നമസ്കാരം. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പാണ്. വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറിൽ ഭേദപ്പെട്ട പോളിംഗാണ് രേഖപ്പെടുത്തുന്നത്. തേജസ്വി യാദവ് കുടുംബസമേതം വോട്ട് ചെയ്യാനെത്തിയ കാഴ്ചകളുമൊക്കെ കണ്ടു. ബീഹാറിലേക്ക് തന്നെ നമ്മൾ ആദ്യം എത്തുക. ഒപ്പം മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാനപ്പെട്ട വാർത്തകൾ അതിവേഗത്തിൽ. ബീഹാറിലെ ഒന്നാംഘട്ട വോട്ടെടുപ്പിന്റെ മണിക്കൂറിൽ ഭേദപ്പെട്ട പോളിംഗ്. വിധി എഴുതുന്നത് 18 ജില്ലകളിലെ 121 മണ്ഡലങ്ങൾ. മഹാസഖ്യം നേതൃത്വം നൽകുന്ന പുതിയ സർക്കാർ അധികാരത്തിൽ വരുമെന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം തേജസ്വി യാദവ്. വോട്ടിംഗ് വൈകിട്ട് 6 മണി വരെ. ഹരിയാനയിലെ വോട്ടുകൾ ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി ഇന്ന്. വിവിധ സംസ്ഥാനങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ് നീക്കം. ഹരിയാനയിൽ പ്രതിഷേധ പരിപാടികൾക്ക് ഇന്ന് തുടക്കം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലേക്ക്. സർക്കാർ നീക്കം സർവകക്ഷി യോഗത്തിലെ തീരുമാനപ്രകാരം നിയമോപദേശം തേടി സർക്കാർ. സിപിഎമ്മും കോൺഗ്രസും കേസിൽ കക്ഷി ചേരും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുരാരി ബാബുവിന് ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ. കൂടുതൽ അന്വേഷണത്തിന് SIT. ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ ഉടൻ ചോദ്യം ചെയ്തേക്കും. സ്ട്രോങ് റൂമിലുള്ളത് യഥാർത്ഥ വാതിൽപ്പാളിയാണോ എന്നും പരിശോധിക്കും. പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറിയതിന്റെ വൈരാഗ്യത്തിൽ സഹപാഠിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അജിൻ റജി മാത്യുവിന്റെ ശിക്ഷാവിധി ഇന്ന്. പത്തനംതിട്ട അഡീഷണൽ ജില്ലാ 1-ാം കോടതി വിധി പ്രസ്താവിക്കും. 2019 മാർച്ച് 12-ന് രാവിലെ 9:15 തിരുവല്ല നഗരമധ്യത്തിലായിരുന്നു കേരളത്തെ നടുക്കിയ സംഭവം. പത്തനംതിട്ട അയിരൂർ കാഞ്ഞിറ്റുകര ചെരുവിൽ വിജയകുമാറിന്റെ മകൾ കവിതയാണ് മരിച്ചത്. വർക്കലയിലെ അക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ ട്രെയിനുകളിൽ സുരക്ഷാ പരിശോധന കർശനമാക്കി RPF. ഓപ്പറേഷൻ രക്ഷിത എന്ന പേരിൽ സ്റ്റേഷനുകളിലും പരിസരങ്ങളിലും വിശദ പരിശോധന. മദ്യപിച്ചെത്തുന്നവർക്കെതിരെ കർശന നടപടി. രണ്ട് ദിവസ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കുവൈത്തിൽ. 28 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരള മുഖ്യമന്ത്രിയുടെ കുവൈറ്റ് സന്ദർശനം. സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും ചീഫ് സെക്രട്ടറി ഡോക്ടർ A. ജയതിലകും മുഖ്യമന്ത്രിയോടൊപ്പം. ഡൊണാൾഡ് ട്രംപിന്റെ ഏകപക്ഷീയ നികുതി ചുമത്തൽ ചോദ്യം ചെയ്ത് US സുപ്രീം കോടതി. മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ഭീമമായ നികുതി ഏർപ്പെടുത്തുന്നത് ന്യായമാണോ എന്ന് കോടതി. രാജ്യം പ്രതിസന്ധി നേരിടുമ്പോൾ കടുത്ത നടപടികൾ വേണ്ടിവരുമെന്ന് ട്രംപിന്റെ വാദം. ഓസ്ട്രേലിയക്കെതിരായ 4-ാം T20 ഇന്ന്. 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇരു ടീമും ഒപ്പത്തിനൊപ്പം. സഞ്ജു സാംസണിന് അവസരം കിട്ടിയേക്കില്ല. ശിവൻ ദുബൈക്ക് പകരം നിതീഷ് റെഡ്ഡി ടീമിലെത്തിയേക്കും. നമുക്ക് വിശദമായി കടക്കാം 9 മണിയിൽ വാർത്തകളിലേക്ക്. ബീഹാറിൽ ഒന്നാംഘട്ട വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറിൽ ഭേദപ്പെട്ട പോളിംഗാണ് രേഖപ്പെടുത്തുന്നത്. 18 ജില്ലകളിലെ 121 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ്. 1314 സ്ഥാനാർത്ഥികളാണ് ഒന്നാം ഘട്ടത്തിൽ മത്സരക്കളത്തിലുള്ളത്. ഒന്നാം ഘട്ടത്തിൽ NDAയിൽ നിന്ന് 57 സീറ്റുകളിൽ മത്സരിക്കുന്ന JDUവിന് ഫലം നിർണായകമാണ്. ഈ 57 സീറ്റുകളിൽ 23 2020-ൽ JDU വിജയിച്ചിരുന്നു. ആദ്യ മണിക്കൂറിൽ തന്നെ മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവും കുടുംബവും വോട്ട് രേഖപ്പെടുത്തി. മുൻ മുഖ്യമന്ത്രിമാരും മാതാപിതാക്കളുമായ ലാലു പ്രസാദ് യാദവിനും റാബ്രി ദേവിക്കും ഒപ്പമെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ബീഹാറിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരുമെന്ന് തേജസ്വി പ്രതികരിച്ചു. ये बिहार के लोगों से यही अपील है कि मतदान केंद्र जाएं, अपने वर्तमान भविष्य को देखते हुए वोट दें. नौकरी, रोजगार, कारखाने बिहार में खुले, अच्छी शिक्षा चिकित्सा हो, पढ़ाई दवाई कमाई की जो बात करें उसको जो है मतदान करें. यही हम सब लोगों से अपील करना चाहते हैं. उम्मीद क्या है सर? उम्मीद हम लोग जीतेंगे, सब लोग जीतेंगे, बिहार जीतेगा. 18 तारीख को बदलेंगे सरकार. 18 तारीख को बदलेंगे सरकार. 14 को नई सरकार मिलने वाली है. രാകേഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പടായി ദവായ് കമായി വലിയ ആത്മവിശ്വാസത്തിൽ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. പുതിയ സർക്കാർ എത്തുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു തേജസ്വി യാദവ്. ഇത്രമാത്രം ആത്മവിശ്വാസം നൽകാനുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്?
എൽദോ വോട്ടെടുപ്പ് ആരംഭിച്ച് ഇപ്പോൾ ഏതായാലും 2 മണിക്കൂർ പിന്നിടുകയാണ്. ഔദ്യോഗികമായി കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ആദ്യ മണിക്കൂറിലെ വോട്ട് കണക്കുകൾ വന്നിട്ടില്ല. എങ്കിൽ പോലും ഒരു 10% പോളിംഗ് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിലൊക്കെ തന്നെ രാവിലെ വലിയ തിരക്ക് പ്രകടമാണ്. ഏതായാലും എൽദോ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ പ്രതീക്ഷ ഇത്തവണ മഹാസഖ്യം പുലർത്തുന്നുണ്ട്. മഹാസഖ്യത്തെ ബീഹാറിൽ നയിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് അത്തരമൊരു പ്രതികരണമാണ് നടത്തിയത്. അദ്ദേഹം കുടുംബത്തോടൊപ്പം ലാലു പ്രസാദ് യാദവും ഒപ്പം തന്നെ റാബ്രി ദേവിക്കും സഹോദരിമാരായ മിസ ഭാരതിക്കും രോഹിണി ആചാര്യയ്ക്കുമൊപ്പമാണ് വോട്ട് ചെയ്യാൻ എത്തിയത്. ഇവരെല്ലാവരും തന്നെ വലിയ പ്രതീക്ഷ പങ്കുവച്ചു. മിസ ഭാരതി പാടലിപുത്രയിൽ നിന്നുള്ള MP ആണ്. മിസ ഭാരതി പറഞ്ഞത് 150-നും 160-നും വരെ സീറ്റുകൾ നേടി ഇന്ത്യ സഖ്യം അധികാരത്തിൽ എത്തുമെന്നാണ്. ലാലു പ്രസാദ് യാദവ് ഉറപ്പിച്ചു പറയുന്ന ഒരു മാറ്റം ഇത്തവണ ബീഹാറിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു. അങ്ങനെ വലിയ പ്രതീക്ഷ ഏതായാലും ഇന്ത്യ സഖ്യം പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് 121 മണ്ഡലങ്ങളാണ്. ഈ 121 മണ്ഡലങ്ങളിൽ ഇന്ത്യ സഖ്യത്തിന് ഏറെ നിർണായകമാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു തെരഞ്ഞെടുപ്പ് ഫലം വരാനുള്ള കാരണം ഇന്ത്യ സഖ്യം ആദ്യഘട്ടത്തിൽ നടത്തിയ മുന്നേറ്റമാണ്. പ്രത്യേകിച്ച് പട്ന അടക്കമുള്ള ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. പട്ന കഴിഞ്ഞ തവണ പരമ്പരാഗതമായി JDU മേൽക്കൈ നേടുന്ന ജില്ലയാണ്. പക്ഷേ കഴിഞ്ഞ തവണ 14-ൽ 9 സീറ്റും ഇന്ത്യ സഖ്യം ജയിച്ചു. അതിനോട് ചേർന്ന് കിടക്കുന്ന സിവാൻ ജില്ലയിലൊക്കെ തന്നെ വലിയ മുന്നേറ്റം RJDയും ഇന്ത്യ സഖ്യവും നടത്തി. അപ്പോൾ ആ ഒരു പ്രതീക്ഷ ഇത്തവണയും ഇന്ത്യ സഖ്യത്തിനുണ്ട്. ഏതായാലും കഴിഞ്ഞ തവണത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് സാഹചര്യം. NDA 125, മഹാസഖ്യം 110, മറ്റുള്ളവർ 7, LJP 1. ഇത്തവണ പക്ഷേ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ മാറ്റമുണ്ട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചെറു പാർട്ടികൾ നിർണായകമായിരുന്നു. ചെറു പാർട്ടികളുമായി ആരൊക്കെ സഖ്യമുണ്ടാക്കിയോ അവരെല്ലാം വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഉദാഹരണത്തിന് VIP കഴിഞ്ഞ തവണ ഇന്ത്യ സഖ്യത്തുമായി സീറ്റ് തർക്കത്തെ തുടർന്ന് ഏറ്റവും അവസാന നിമിഷം NDAയിൽ ചേർന്നാണ്. അവർ 4 സീറ്റിൽ വിജയിച്ചു. അപ്പോൾ ഈ ഒരു ടൈറ്റ് ഫൈറ്റ് വരുമ്പോൾ ഈ ചെറിയ പാർട്ടികൾ വലിയ ഫാക്ടർ ആകുന്നുണ്ട്, പ്രധാനപ്പെട്ട ഘടകമാകുന്നുണ്ട്. അത് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ LJP ഇത്തവണ മുന്നണിയുടെ ഭാഗമാണ്. കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് മത്സരിച്ച ഉപേന്ദ്ര കുശ്വാഹയുടെ RLSP ഇത്തവണ NDAയുടെ ഭാഗമാണ്. NDAയ്ക്കൊപ്പം ചേർന്ന് മത്സരിച്ച VIP ഇത്തവണ മഹാസഖ്യത്തിലാണ്. അങ്ങനെ ചെറു പാർട്ടികളുടെ ഒക്കെ തന്നെ പ്രാതിനിധ്യം കൂട്ടിക്കൊണ്ട് പരമാവധി വിജയിക്കുക എന്ന തന്ത്രമാണ് മുന്നണികൾ പയറ്റുന്നത്. ഏതായാലും JDUവിൻ്റെ പ്രകടനം ഇത്തവണ എന്ത് എന്നുള്ളത് നിർണായകമാണ്. ഒപ്പം ബീഹാർ നിലനിർത്താൻ NDAയ്ക്ക് കഴിയുമോ എന്നുള്ളതും അതിനേക്കാൾ പ്രധാനമാണ്. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ, ഒന്നാം മോദി സർക്കാരും രണ്ടാം മോദി സർക്കാരും എടുക്കുകയാണെങ്കിൽ കേന്ദ്രത്തിൽ BJPക്ക് ഭീഷണി ഉണ്ടായിരുന്നില്ല. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു കൂട്ടുകക്ഷി സർക്കാരിനെയാണ് BJP നയിക്കുന്നത്. അവിടെ സഖ്യകക്ഷികൾ പ്രധാനപ്പെട്ട ഘടകമാണ്. പ്രത്യേകിച്ച് TDP ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷി. JDUവിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ മൂന്നാമത്തെ കക്ഷി. ആ JDU ആണ് ബീഹാറിൽ ഭരിക്കുന്നത്. നിതീഷ് കുമാർ അവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഏറ്റവും ഒടുവിലാണ് BJP പ്രഖ്യാപിക്കുന്നത്. പ്രത്യേകിച്ച് നിതീഷിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിതീഷ് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം, വിജയബിംബം എന്ന് തിരിച്ചറിഞ്ഞത് ഏറ്റവും വൈകിയാണ് BJP. അതുകൊണ്ട് തന്നെയാണ് നിതീഷിനെ പ്രഖ്യാപിക്കാൻ BJP നേതാക്കൾ ഏറ്റവും ഒടുവിൽ തയ്യാറായത് പോലും. അപ്പോൾ എങ്ങനെയായിരിക്കും NDAയുടെ പ്രകടനം എന്നതൊക്കെ തന്നെ ബീഹാറിൽ മാത്രമല്ല, അതിൻ്റെ പ്രകമ്പനം സ്വാഭാവികമായും ദേശീയ രാഷ്ട്രീയത്തിലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യ സഖ്യത്തിലേക്ക് വരുമ്പോഴും സമാനമായ സാഹചര്യം തന്നെയാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 2000 രാകേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. എന്തായാലും തേജസ്വി യാദവ് വലിയ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. സൂചിപ്പിച്ചതുപോലെ നിർണായകമാണ്, പ്രത്യേകിച്ചും ഒന്നാം ഘട്ടം. അത് JDUവിന് നിർണായകമാണ്, അതുപോലെ തന്നെ RJDക്കും. കാരണം കഴിഞ്ഞ തവണ ആദ്യഘട്ടത്തിലാണ് ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ RJDക്ക് സാധിച്ചത് എന്നുള്ളത് ഈ തവണയും കൂടി ചേർത്ത് വായിക്കണം. എന്താണെങ്കിലും തേജസ്വി സൂചിപ്പിച്ചതുപോലെ സർക്കാർ പുതിയ സർക്കാർ വരും, മറ്റൊരു സർക്കാരിലേക്ക് എത്തും എന്നുള്ള ആത്മവിശ്വാസം, അതാണ് ആദ്യ മണിക്കൂറിലെ ബൈറ്റ്. രാകേഷ്, തേജസ്വി പറഞ്ഞ് നമ്മൾ കേട്ടു. ഇനി ഈ RJDക്കും വളരെ നിർണായകമല്ലേ ഒന്നാം ഘട്ടം? കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാൻ RJDക്ക് സാധിച്ചത് ഒന്നാം ഘട്ടത്തിലല്ലേ? അതെ, RJD കഴിഞ്ഞ തവണ മഹാസഖ്യം നേട്ടമുണ്ടാക്കിയ ജില്ലകളിലൂടെ വോട്ടെടുപ്പ് നടക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ അതിന് പ്രത്യേക കാരണവും ഉണ്ടായിരുന്നു. കാരണം LJP കഴിഞ്ഞ തവണ NDAയുടെ ഭാഗമായിരുന്നില്ല. JDUവിനെതിരെ മാത്രം മത്സരിക്കുന്ന സാഹചര്യം LJP ഉണ്ടായിരുന്നു. ചിരാഗ് പാസ്വാൻ, പ്രത്യേകിച്ച് രാംവിലാസ് പാസ്വാന്റെ മരണത്തിന് ശേഷം പാർട്ടിയുടെ തലപ്പത്തേക്ക് വരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് NDAയിൽ നിന്ന് പുറത്തു പോവുകയും ഒറ്റയ്ക്ക് മത്സരിക്കുകയും ചെയ്യുന്നു. അതിൽ തന്നെ JDUവിന് വലിയ തോൽവിയുടെ പ്രധാനപ്പെട്ട കാരണമായത് അന്ന് ചിരാഗ് പാസ്വാൻ തെരഞ്ഞുപിടിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തിയെന്നതാണ്. പക്ഷേ ഇത്തവണ ചിരാഗ് അങ്ങനെയല്ല. ചിരാഗ് NDAയ്ക്കൊപ്പമാണ്. നിതീഷ് തന്നെ നയിക്കുമെന്ന് പലപ്പോഴായി പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. അവർ തമ്മിൽ അത്ര സുഖത്തിലല്ല എങ്കിൽ പോലും
അതുകൊണ്ടൊക്കെ തന്നെ ഇത്തവണ എന്തായിരിക്കും സാഹചര്യം എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം RJDയെ സംബന്ധിച്ച്. കാരണം ഈ ഒന്നാം ഘട്ടത്തിൽ കൂടുതൽ സീറ്റുകൾ നേടിയാൽ മാത്രമായിരിക്കാം രണ്ടാം ഘട്ടത്തിലെ പെർഫോമൻസ് കൊണ്ട് ഭരണത്തിലേക്ക് എത്താൻ കഴിയുക. അവിടെയും പല വെല്ലുവിളികൾ ഇത്തവണയും നിലനിൽക്കുന്നുണ്ട്. കാരണം രണ്ടാം ഘട്ടത്തിലാണ് സീമാഞ്ചൽ അടക്കമുള്ള മേഖലകളിൽ വോട്ടെടുപ്പിലേക്ക് പോകുന്നത്. അവിടെ ഒവൈസിയുടെ പാർട്ടി മജ്ലിസ് പാർട്ടി എന്തൊക്കെ കഴിഞ്ഞ തവണ അവർ വലിയ വോട്ട് കട്ടറായിരുന്നു, 5 സീറ്റുകൾ അവർ നേടി. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെ ഇത്തവണയും ബീഹാറിൽ നിലനിൽക്കുന്നുണ്ട്. പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി ഭരണവിരുദ്ധ വികാര വോട്ടുകൾ, ആ വോട്ടുകൾ ചോർത്തുമോ എന്ന ആശങ്ക മുന്നണികൾക്കൊക്കെ തന്നെ, ആരുടെ വോട്ടുകൾ നേടും എന്ന ആശങ്ക മുന്നണികൾക്കുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോൾ കഴിഞ്ഞ തവണത്തേത് പോലൊരു പ്രകടനം ഒന്നാം ഘട്ടത്തിൽ നേടുക, അത് തന്നെയാണ് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. NDAയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണത്തെ മോശം പ്രകടനത്തിന് ഒരു തിരിച്ചുവരാണ് അവർ ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ച് പട്നയൊക്കെ 14 മണ്ഡലങ്ങളുണ്ട്. കഴിഞ്ഞ തവണ 9 മണ്ഡലങ്ങളിൽ വിജയിച്ചത് മഹാസഖ്യമായിരുന്നു. അപ്പോൾ ഒരു തിരിച്ചുവരവ് അവിടെ JDUവും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പല പല ഘടകങ്ങളുണ്ട്. എങ്കിൽ പോലും നിതീഷ് കുമാർ എന്ന് പറയുന്ന ബീഹാറിൽ കാലങ്ങളായി വികസനം കൊണ്ടുവരുന്ന നേതാവ്, ആ നേതാവിന് കീഴിൽ ഒരു വലിയ മുന്നേറ്റം നടത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷ ഇപ്പോഴും NDA പുലർത്തുന്നുണ്ട്. ഇന്ത്യ സഖ്യത്തിലേക്ക് വരുമ്പോൾ തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങളാണ് പ്രധാനമായി അവർ ഫോക്കസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും സാഹചര്യം, അതിന് അനുകൂലമായി ജനങ്ങൾ വോട്ട് ചെയ്യും. പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിൽ വോട്ട് ചോർച്ച, വോട്ട് കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് വോട്ടവകാശ യാത്ര രാഹുൽ ഗാന്ധി നടത്തിയത്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മുഖ്യ വിഷയമായി മാറുമോ എന്നൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ രണ്ട് സഖ്യത്തിനും, NDAയ്ക്കും മഹാസഖ്യത്തിനും ഒരുപോലെ നിർണായകമാണ് ബീഹാറിലെ ജനവിധി. റൈറ്റ്. ഇനി ഈ ആദ്യ മണിക്കൂറിൽ അത് ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിട്ടില്ല എങ്കിൽ പോലും ഭേദപ്പെട്ട പോളിംഗ് ആണെന്ന് മനസ്സിലാക്കുന്നു. മാത്രമല്ല, ഈ ഇപ്പോൾ തേജസ്വിയുടെ കാര്യം പറഞ്ഞാൽ തേജസ്വിയുടെ മത്സരിക്കുന്ന മണ്ഡലത്തിലേക്ക് ഇനി പോകുമായിരിക്കും. ഒപ്പം മറ്റ് പ്രചാരണ പരിപാടികളൊക്കെ ഉണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നു. അപ്പോൾ ഈ ഒരു സാധാരണ ഒരു രീതി എങ്ങനെയാണ് ബീഹാറിൽ ഈ ആദ്യ മണിക്കൂറിൽ നിന്നും പിന്നീട് വൈകിട്ടാകുമ്പോഴേക്കും 6 മണിയാകുമ്പോഴേക്കും പോളിംഗ് മികച്ച രീതിയിലേക്ക് വരുന്ന ഒരു രീതിയാണോ, പ്രത്യേകിച്ചും ഈ മണ്ഡലങ്ങളെങ്കിലും ആദ്യഘട്ടത്തിലെങ്കിലും? താരതമ്യേന കേരളവുമായൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ താരതമ്യേന പോളിംഗ് കുറവ് രേഖപ്പെടുത്തുന്ന സംസ്ഥാനമാണ് ബീഹാർ. പ്രത്യേകിച്ച് 60-65% തന്നെയാണ് ശരാശരി പോളിംഗ്. പക്ഷേ ഇത്തവണ വലിയ പ്രചാരണം, വാശിയേറിയ പ്രചാരണം നടത്തിയിട്ടുണ്ട് മുന്നണികൾ. കാരണം രണ്ട് മുന്നണികൾ തമ്മിൽ മാത്രം മത്സരിക്കുന്ന ഒരു രീതിയായിരുന്നു ബീഹാറിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഉണ്ടായിരുന്നത്. NDAയും ഒപ്പം തന്നെ മഹാസഖ്യവും. അതിനിടയിലേക്കാണ് പുതിയ രാഷ്ട്രീയ പാർട്ടികളുടെ രംഗപ്രവേശം. പ്രത്യേകിച്ച് ജൻസുരാജ് പാർട്ടി, പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി, അവർ വരുന്നു. അപ്പോൾ വലിയ തോതിലുള്ള പ്രചാരണം നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ അടക്കം ഭാഗത്തുനിന്ന് വോട്ടർമാരെ പരമാവധി ബൂത്തുകളിൽ എത്തിക്കാനുള്ള പ്രചാരണ പരിപാടികൾ പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ച് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോളിംഗ് കൂടുമോ എന്നൊരു ആകാംക്ഷ ഇത്തവണ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ആദ്യ മണിക്കൂറിൽ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ ബൂത്തുകളിൽ വലിയ തിരക്കുകൾ പ്രകടമാണ്. പക്ഷേ ഔദ്യോഗികമായ ഒരു കണക്കിലേക്ക് കമ്മീഷൻ ഇതുവരെ വന്നിട്ടില്ല. എങ്കിൽ പോലും ആദ്യത്തെ 2 മണിക്കൂറിൽ ശരാശരി കണക്കെടുക്കുകയാണെങ്കിൽ ഒരു 10% താഴെ 8-9% പോളിംഗ് രേഖപ്പെടുത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഏതായാലും നിലവിലുള്ളത്. റൈറ്റ്. പോളിംഗ് ശതമാനം ഇനി ഉയരുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാണെങ്കിലും ഭേദപ്പെട്ട പോളിംഗ് ആണെന്ന് മനസ്സിലാക്കുന്നു ആദ്യ മണിക്കൂറിൽ. ER രാകേഷാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ബീഹാറിലെ ജനവിധി അത് ഇന്ന് തുടങ്ങുകയാണ്. 14-നാണ് ഫലപ്രഖ്യാപനം. അന്ന് പുതിയ സർക്കാർ അധികാരത്തിൽ വരുമെന്നുള്ള പ്രഖ്യാപനത്തോടുകൂടിയാണ് ഇന്ന് തൊട്ടു മുമ്പ് പോളിംഗ് ബൂത്തിൽ അവിടെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം തേജസ്വി യാദവിൻ്റെ പ്രതികരണം എത്തിയത്. ഇനി രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണം അത് എങ്ങനെയൊക്കെ ബീഹാർ പ്രതിഫലിക്കുമെന്നുള്ളതും ഒരു ചോദ്യമാണ്. ഏതായാലും ഹരിയാനയിലെ വോട്ടുകൾ ആരോപണമാണ് ഇന്നലെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. അത് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് മറുപടി നൽകും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഹരിയാനയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാഹുലിന് വിശദമായിട്ടുള്ള മറുപടി നൽകുമെന്ന് ഇന്നലെ അറിയിച്ചിരുന്നു. അതേസമയം വോട്ടുകൾ ആരോപണത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. ഹരിയാനയിൽ ഇന്ന് പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കം കുറിക്കും. MG മിഥുൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണം അത് ഗുരുതരമാണ്, വോട്ട് ചോരി അത് തുടരുകയും ചെയ്യുകയാണ്. പക്ഷേ ഇതിനിടയിൽ മറ്റ് ചില റിപ്പോർട്ടുകളും വരുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ സ്വീറ്റി എന്നുള്ള പേര് ഇന്നലെ രാഹുൽ പരാമർശിക്കുകയുണ്ടായി. പക്ഷേ സ്വീറ്റി തന്നെ പല രാജ്യാന്തര മാധ്യമങ്ങളോടും പ്രതികരിക്കുന്നു, ഞാൻ വോട്ട് ചെയ്തതാണ് എന്ന്. അതിലെന്താണ് വസ്തുത?
എന്തോ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയും ഉയർത്തുകയും ചെയ്തത്. അതിന് പിന്നാലെ ചില തെളിവുകൾ നിരത്തിയതിൽ അതിൽ ഒരു ബ്രസീൽ മോഡലിന്റെ ചിത്രം ഉപയോഗിച്ച് ഏകദേശം 22ഓളം വോട്ടുകൾ രേഖപ്പെടുത്തിയെന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് അതിൽ ചില പേരുകൾ പരാമർശിച്ചിരുന്നു. അതായത് സ്വീറ്റി, സരസ്വതി, അങ്ങനെ നീളുന്ന 22ഓളം പേരുകൾ അത് ആ ഒരു ചിത്രം ഉപയോഗിച്ചുകൊണ്ട് പല അഡ്രസ്സുകളിലായി വോട്ട് രേഖപ്പെടുത്തിയതായിട്ടുള്ള തെളിവുകളായിരുന്നു പുറത്തുവിട്ടത്. അതിലൊരാളാണ് സ്വീറ്റി എന്ന് പറയുന്നത്. അത് യഥാർത്ഥ വോട്ടറാണ് എന്നടക്കം അവകാശപ്പെട്ടുകൊണ്ട് താൻ തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തിയത് എന്ന അവകാശവാദവുമായി ഇപ്പോൾ ചില മാധ്യമങ്ങൾക്ക് പ്രതികരണവുമായി ഇവർ തന്നെ രംഗത്ത് വരുന്നുണ്ട്. താൻ ആ സമയത്ത് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയപ്പോൾ തൻ്റെ പേരും അഡ്രസ്സും ഒക്കെ സെയിം ആയിരുന്നു, പക്ഷേ തൻ്റെ ചിത്രം മറ്റൊരാളുടേതായിരുന്നു എന്ന് അപ്പോൾ തന്നെ പരാതി താൻ ഉന്നയിച്ചതാണ്. പക്ഷേ തനിക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതായിരുന്നു അവർ ഇപ്പോൾ പറഞ്ഞു വെക്കുകയും ചെയ്തത്. അങ്ങനെ ഒരു ചിത്രം മറ്റൊരുടേതായിട്ട് വരുന്ന സാഹചര്യത്തിൽ എങ്ങനെ ഒരു വോട്ടർക്ക് വോട്ട് ചെയ്യാനാകുമെന്നുള്ള ചോദ്യമാണ് ഈ ഒരു ഘട്ടത്തിൽ ഉയരുന്നത്. അതിന് സമ്മതിച്ചുവെങ്കിൽ അവിടുത്തെ BLOമാർ എന്ത് നടപടിയാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്? അക്കാര്യത്തിൽ എങ്ങനെ ഈ വോട്ടറെ വോട്ട് ചെയ്യാൻ അനുമതി നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി തുടങ്ങിയ ചോദ്യങ്ങൾ നിരവധിയായി നിലനിൽക്കുകയും ചെയ്യുന്നുള്ള ഒരു പശ്ചാത്തലമുണ്ട്. എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം. ഏകദേശം 25 ലക്ഷത്തോളം വോട്ടുകൾ കള്ളവോട്ടായി ഹരിയാനയിൽ പോൾ ചെയ്തു എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം നിലനിൽക്കുന്നു. ഇക്കാര്യത്തിലാണ് ഇത് സംബന്ധിച്ച ഉള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ അതിനുള്ള മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് ഇന്നുണ്ടായേക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ഹരിയാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകുമെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന്, ഈ ബ്രസീൽ മോഡൽ എന്ന് പറയുന്നത് ലാരിസ എന്നുള്ള ഒരു യുവതിയാണ്. അവർ ഇപ്പോൾ പ്രതികരണവുമായി ഇൻസ്റ്റാഗ്രാമിൽ ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. തൻ്റെ ഫോട്ടോ വെച്ച് ഇത്തരത്തിൽ ചില ക്രമക്കേടുകൾ നടന്നതായിട്ടുള്ള ശ്രദ്ധയിൽപ്പെടുന്നു. ഇന്ത്യയിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിൽ തൻ്റെ ഫോട്ടോ പലയിടങ്ങളിലായി വ്യാപകമായി പ്രചരിക്കുന്നത് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് തന്നെ വളരെയധികം ഞെട്ടിച്ചു. എന്ത് ഭ്രാന്താണ് ഈ കാണിക്കുന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് അവർ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ നൽകിയ അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ പങ്കുവെച്ചതിലൂടെ ഒരു മറുപടി അവരുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തു. ചില ചോദ്യങ്ങൾ കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മറ്റൊരു രാജ്യത്തെ ഒരു പൗരയുടെ അല്ലെങ്കിൽ അവിടുത്തെ യുവതികളുടെ ഫോട്ടോ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ വരുന്നു? അക്കാര്യത്തിലൊക്കെ കൃത്യമായ അന്വേഷണം നടക്കാറില്ലേ എന്നടക്കമുള്ള ചില ചോദ്യങ്ങൾ കൂടി അവർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. അതാണ് ഇനി നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. അക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എങ്ങനെ ഈ വോട്ടർ പട്ടികയിൽ ഈ 22 ഇടങ്ങളിൽ മറ്റൊരു രാജ്യത്തിൻ്റെ പൗരയായിട്ടുള്ള ഒരു സ്ത്രീയുടെ ചിത്രം എങ്ങനെ ഈ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചു? അതിൽ എങ്ങനെയാണ് ഇത്തരത്തിലൊരു ക്രമക്കേടുണ്ടായിട്ടുള്ളത്? അത് ഏതെങ്കിലും തരത്തിൽ വീഴ്ച സംഭവിച്ചതാണെങ്കിൽ അതിന് കൃത്യമായ മറുപടി നൽകേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കും അല്ലെങ്കിൽ അക്കാര്യത്തിൽ എന്ത് മറുപടിയാണ് പറയാൻ പോകുന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതല്ല, മുൻപ് ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട ആദ്യ വാർത്താ സമ്മേളനം നടത്തിയതിനു ശേഷം വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. അതിൽ ചില ബാലിശമായിട്ടുള്ള മറുപടിയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നത്. അതായത് എന്തുകൊണ്ട് ഈ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ഈ ബൂത്ത് ലെവൽ ഏജന്റുമാർ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചില്ല? അന്ന് എന്തുകൊണ്ട് കോൺഗ്രസ് പരാതിയുമായി രംഗത്ത് വന്നില്ല? ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ മാസങ്ങൾക്ക് ശേഷം തോൽവി ഉറപ്പായതിനു ശേഷം എന്തുകൊണ്ട് ഇങ്ങനെ ചില ബാലിശമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവർ രംഗത്ത് വരുന്നു? അത് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല എന്ന തരത്തിലുള്ള ചില പ്രതികരണമായിരുന്നു ഗ്യാൻഷ് കുമാറിന്റെ ഭാഗത്തു നിന്ന് വരികയും ചെയ്ത്. അതേ രീതിയിൽ തന്നെ ആയിരിക്കാമോ ഈ വിഷയത്തിലും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങൾക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയിരിക്കുന്നു. എന്തായാലും ഇന്ന് ഈ വിഷയത്തിൽ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇത് സംബന്ധിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് ഇത് സംബന്ധിച്ചുള്ള പ്രതികരണവുമായി രംഗത്ത് വരുമെന്നാണ് നമുക്ക് പ്രതിഷേധവുമായി നീങ്ങാനുള്ള ശ്രമത്തിലാണല്ലോ കോൺഗ്രസ്. ഇനി ഹരിയാനയിൽ ഇന്ന് എന്തൊക്കെയാണ് പരിപാടി? ഇന്ന് ഹരിയാനയിൽ പ്രതിഷേധം ആരംഭിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ടല്ലോ. രാജ്യമെമ്പാടും ഈ ഒരു വോട്ട് ചോരി ആരോപണം ഉയർത്തിക്കൊണ്ട് വലിയ പ്രതിഷേധത്തിന് തന്നെയാണ് കോൺഗ്രസ്, പ്രത്യേകിച്ച് ഇന്ത്യ ബ്ലോക്ക് കച്ചകൂടുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ആദ്യഘട്ടം എന്ന രീതിയിൽ ഈ ഹരിയാനയിൽ വ്യാപകമായി ഇന്ന് പ്രതിഷേധത്തിനാണ് തയ്യാറെടുത്തിരിക്കുന്നത്. അതായത് ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇത്രയും വലിയൊരു ആറ്റം ബോംബെന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള ചില വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്.
പറയുന്നത് ഈ വിഷയം ബീഹാറിൽ എങ്ങനെ ബാധിക്കാൻ പോകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും വ്യാപകമായ രീതിയിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വരും ദിവസങ്ങളിലും വലിയ രീതിയിൽ ചർച്ചയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇന്ത്യ സഖ്യം ലക്ഷ്യം വെക്കുന്നത്. ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ വിജയിക്കുമെന്ന് കണ്ടാൽ അവിടെ അട്ടിമറി നടത്തിക്കൊണ്ട് BJP അവിടെ കടന്നു കയറും. ആ രീതിയിലാണ് കഴിഞ്ഞ നാളുകളിൽ പല സംസ്ഥാനങ്ങളിൽ നടന്ന വോട്ടെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളായിരിക്കും സ്വാഭാവികമായും നേതാക്കൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ BJPയുടെ പ്രതികരണം കഴിഞ്ഞ ദിവസം തന്നെ വരികയും ചെയ്യുന്നു. അതായത് ബീഹാറിൽ ഇത്തരത്തിൽ ഇന്ത്യ സഖ്യം വലിയ രീതിയിൽ പരാജയപ്പെടുമെന്നുള്ള ഭീതി അവർക്കുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചില ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നത്. ഒപ്പം തന്നെ നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ അവർ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതേ ചോദ്യങ്ങൾ BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് അല്ലെങ്കിൽ ആ സമയത്ത് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച വേളയിൽ ഈ വിഷയം ഉന്നയിച്ചില്ല? ഇപ്പോൾ മാസങ്ങൾക്കിപ്പുറം, അതും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾക്കിപ്പുറം ഇങ്ങനെ ഒരു ആരോപണവുമായി കോൺഗ്രസ് വരുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അത് മുന്നിൽ കണ്ടാണ്, അത് സ്വാധീനിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ചില ആരോപണങ്ങളുമായിട്ട് വരുന്നത്. അത് തെളിവടക്കം ഹാജരാക്കാനും അല്ലെങ്കിൽ അതിന് കൃത്യമായ പരാതി നൽകാനോ ഇതുവരെയും തയ്യാറായിട്ടില്ല കോൺഗ്രസ് നേതൃത്വം എന്നുള്ള ചില ആരോപണമാണ് ഇത് സംബന്ധിച്ച് BJP നേതൃത്വം നൽകുകയും ചെയ്യുന്നത്. എന്തായാലും രാജ്യമെമ്പാടും വലിയ വ്യാപക പ്രതിഷേധം നടത്താനുള്ള തീരുമാനത്തിലേക്ക് ഇന്ത്യ സഖ്യം നീങ്ങുന്നു. കോൺഗ്രസ് പ്രത്യേകിച്ച് ഹരിയാനയിൽ ഇന്ന് വ്യാപകമായ പ്രതിഷേധത്തിലാണ് ഇറങ്ങിത്തിരിക്കുന്നത്. ശരി മിഥുൻ, എന്താണെങ്കിലും ഹരിയാനയിൽ പ്രതിഷേധം ഉണ്ടാകും. ഈ എത്രമാത്രം ഈ തെരഞ്ഞെടുപ്പ് വേദികൾ ഇതൊക്കെ ചർച്ചയാക്കാൻ കഴിയുമെന്നുള്ളതായിരിക്കും മഹാസഖ്യത്തിൻ്റെ അതിൽ വിജയമെന്ന് തോന്നുന്നു. രാഹുൽ ഗാന്ധി എന്താണെങ്കിലും ബീഹാറിൽ വോട്ടെടുപ്പ് നടക്കുന്നതിൻ്റെ മണിക്കൂറുകൾ മുമ്പാണ് ഒരു ഫയൽസ് ബ്രേക്കിംഗ് എന്നുള്ള മട്ടിൽ ഈ വെളിപ്പെടുത്തലൊക്കെ നടത്തിയത്. ഹരിയാനയിലേതാണ് സംഭവങ്ങൾ. എന്താണെങ്കിലും ഇപ്പോൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. അവിടെ ഇതൊക്കെ പ്രതിഫലിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സംസ്ഥാനം വൈകാതെ സുപ്രീം കോടതിയെ സമീപിക്കും. ഇന്നലെ ചേർന്ന സർവകക്ഷി യോഗ തീരുമാനപ്രകാരമാണ് സർക്കാരിന്റെ നീക്കം. SIR നടപടികളുമായി കമ്മീഷൻ മുന്നോട്ട് പോകുമ്പോൾ തമിഴ്നാടിൻ്റെയും പശ്ചിമ ബംഗാളിൻ്റെയും മാതൃകയിൽ നിയമ പോരാട്ടം വേണമെന്നായിരുന്നു BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട്. ഇതുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടാനുള്ള നടപടികളും സർക്കാർ തുടങ്ങി. സംസ്ഥാന സർക്കാർ കോടതിയിലേക്ക് പോകുന്നതിന് പുറമെ CPM-ഉം കോൺഗ്രസും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും കേസിൽ കക്ഷി ചേരും. എറണാകുളം അങ്കമാലി കറുകുറ്റിയിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ സംഭവം നമ്മൾ അറിഞ്ഞതാണ്. കുട്ടിയുടെ അമ്മൂമ്മയാണ് ചെയ്തത്. എന്താണെങ്കിലും അതിൽ കൂടുതൽ വാർത്തകൾ വരുന്നുണ്ട്. അതിലേക്ക് മടങ്ങിയെത്താം ഒരിടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വാർത്തകളിലേക്ക്. പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറിയതിന്റെ വൈരാഗ്യത്തിൽ സഹപാഠിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അജിൻ റജി മാത്യുവിന്റെ ശിക്ഷാവിധി ഇന്നാണ്. പത്തനംതിട്ട അഡീഷണൽ ജില്ലാ 1-ാം കോടതിയാണ് വിധി പ്രസ്താവിക്കുക. 2019 മാർച്ച് 12 രാവിലെ 9:15 തിരുവല്ല നഗരമധ്യത്തിലായിരുന്നു കേരളത്തെ ഞെട്ടിച്ച സംഭവം. പത്തനംതിട്ട അയിരൂർ കാഞ്ഞീറ്റുകര ചെരുവിൽ കിഴക്കേതിൽ വിജയകുമാറിന്റെ മകൾ കവിതയാണ് കൊല്ലപ്പെട്ടത്. ശശി നാരായണൻ വിവരം നൽകും. ശശി, ഇയാൾ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിരുന്നു. ശിക്ഷാവിധി അത് ഇന്നുണ്ടാകും. എന്ത് ശിക്ഷ നൽകണമെന്നുള്ളതാണ് കുടുംബത്തിൻ്റെയും പ്രോസിക്യൂഷനും ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതി കുറ്റക്കാരനെന്നുള്ള കോടതി കണ്ടെത്തിയിരുന്നു. പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ കുറ്റകൃത്യം
കണ്ടെത്തിയത്. പ്രതി കുറ്റക്കാരനാണ് കണ്ടെത്തിയത്. എന്തായാലും പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാണ് ഈ ബന്ധുക്കളും മാതാപിതാക്കളും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും ആവശ്യപ്പെട്ടുള്ളത്. പക്ഷേ അത്തരത്തിൽ വിധി വരാൻ സാധ്യത വളരെ കുറവാണ്, പ്രായക്കുറവാണ്. അതുകൊണ്ട് ഒരു പക്ഷേ മറ്റ് ജീവപര്യന്തം തടവിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കായിരിക്കും വിധി ഉണ്ടാവുക. എന്തായാലും 2019 ഇത്തരമൊരു നാടിനെ നടുക്കിയ കൊലപാതകം ഉണ്ടാകുന്നത്. അയിരൂർ സ്വദേശിയായ കവിത എന്ന പെൺകുട്ടിയെ സുഹൃത്തും ഒപ്പം പഠിച്ചിരുന്ന സുഹൃത്തുമായ അജിൻ, അതായത് തിരുവല്ല സ്വദേശിയാണ് അജിൻ, പ്രണയത്തിലായിരുന്നു. ആ പ്രണയബന്ധം നിരസിച്ചതിനെ തുടർന്നാണ് തിരുവല്ല നഗരമധ്യത്തിൽ വെച്ച് കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ കൊണ്ടുപോയതിനു ശേഷം കത്തി ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തിയത്. 2 ദിവസം കഴിഞ്ഞാണ് പെൺകുട്ടി പിന്നീട് മരണമടയുന്നത്. എന്തായാലും പെൺകുട്ടിയുടെ മരണം വഴിയും അതുപോലെ തന്നെ സാക്ഷിമൊഴികളും ഒപ്പം തെളിവുകളുമെല്ലാം, ശാസ്ത്രീയ തെളിവുകളെല്ലാം പ്രതിക്ക് എതിരായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായി പോലീസിനും ഈ അന്വേഷണം നടത്താൻ കഴിഞ്ഞു. കോടതിയിലും ഇക്കാര്യങ്ങൾ കൃത്യമായി തെളിയിക്കാനും പ്രോസിക്യൂഷന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയത്. ഇന്നാണ് ശിക്ഷ വിധിക്കുന്നത്. ഏതായാലും ജീവപര്യന്തം തടവിലായിരിക്കും ഒരുപക്ഷെ വിധിക്കാൻ സാധ്യതയുണ്ടാവുക. വധശിക്ഷ വേണമെന്നാണ് കുടുംബം ആഗ്രഹിക്കുന്നത്. അത്തരത്തിലാണ് പ്രോസിക്യൂഷനും വാദിച്ചിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള വിധിയായിരിക്കും ഇന്ന് ലഭിക്കുക എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ട് 11 മണിയോടുകൂടി തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷമായിരിക്കും ഈ ശിക്ഷ വിധിക്കുക. നാടിനെ നടക്കിയ ഒരു കൊലപാതക നിലയ്ക്ക് നാട്ടുകാരും എല്ലാം ഇത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ പ്രതിക്ക് അർഹമായ ഒരു ശിക്ഷ ലഭിക്കണമെന്നുള്ള കാര്യം കൂടിയാണ് നാട്ടുകാരും ആഗ്രഹിക്കുന്നത്. ഇന്ന് 11 മണിയോടുകൂടിയാണ് അജിനെ കോടതിയിൽ ഹാജരാക്കുക. അതിനുശേഷമായിരിക്കും നടപടികൾക്ക് ശേഷം ശിക്ഷ വിധിക്കുക. ശശി, ഈ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളും ആ ശിക്ഷ വിധിക്കുന്നത് കേൾക്കാനായി കോടതിയിൽ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഈ കവിതയുടെ മാതാപിതാക്കൾ ഇന്ന് കോടതിയിൽ എത്തുമെന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു. കാരണം അവർ മാനസികമായി വലിയ പ്രയാസത്തിലാണ്. കാരണം ഒരു നിരപരാധിയായ പെൺകുട്ടി പ്രണയം നിരസിച്ചതിന്റെ പേരിൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കാര്യമാണ്. നാട്ടുകാരും അത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അർഹമായ ശിക്ഷ പ്രതിക്ക് ലഭിക്കണം എന്നുള്ളതാണ് പ്രധാനമായും അവർ ഉന്നയിക്കുന്നത്. അത് ഇന്ന് അത്തരത്തിലുള്ള ശിക്ഷ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഉള്ളത്. എന്തായാലും ഈ തെളിവുകൾ കൃത്യമായി എതിരായതുകൊണ്ട് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതോടുകൂടി ഇന്ന് എന്തായാലും അത് സംബന്ധിച്ചുള്ള വിധി ഉണ്ടാവും. ആ വിധി 11 മണിക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക. അർഹമായ ഒരു ശിക്ഷ പ്രതിക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് ബന്ധുക്കളും അതുപോലെ മാതാപിതാക്കളും ഈ നാട്ടുകാരും എല്ലാം പ്രതീക്ഷിക്കുന്നത്. റൈറ്റ്, അതാണ് ഏറ്റവും പരമാവധി ശിക്ഷ നൽകണം എന്നുള്ളതാണ് ആവശ്യം. ആ ശിക്ഷ ക്രൂരകൃത്യത്തിന് അയാൾക്ക് കിട്ടണം എന്ന് തന്നെയാണ് നാട്ടുകാരും ആഗ്രഹിക്കുന്നത്. ശശിനാരായണാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം അങ്കമാലി കറുകുറ്റിയിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയതിൽ കുട്ടിയുടെ അമ്മൂമ്മയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും. നിലവിൽ ഇവർ ആശുപത്രിയിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. കുട്ടിയുടെ കഴുത്ത് മുറിക്കാൻ ഉപയോഗിച്ച കത്തി വീടിനകത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അല്പസമയത്തിനകം ആരംഭിക്കും. ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, ഞെട്ടിക്കുന്നതും വല്ലാതെ നടുക്കുന്നതുമായിട്ടുള്ള വാർത്തയായിരുന്നു ഇന്നലെ അങ്കമാലിയിലെ പിഞ്ചു കുഞ്ഞിൻ്റെ ചിത്രം കാണുമ്പോൾ തന്നെ ഒരു വേദനയാണ്. ഈ അമ്മൂമ്മയ്ക്ക് മാനസിക അസ്വാസ്ഥ്യങ്ങളുള്ള ആളാണ് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ആയിരുന്നല്ലോ വന്നത്. എന്താണ് പോലീസ് പറയുന്നത്? ഇനി എന്തൊക്കെയാണ് ഇനി നടപടിക്രമങ്ങൾ? എൽദോ, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആദ്യ നടപടി എന്ന് പറയുന്നത് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികളടക്കമുള്ള കാര്യങ്ങളിലാണ്. അതിപ്പോൾ നമ്മൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണുള്ളത്. വൈകാതെ ഏതാണ്ട് 10 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം 6 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണ്. എങ്കിലും നടപടികളുടെ ഭാഗമായിട്ട് ഇതെല്ലാം പൂർത്തീകരിക്കേണ്ടതുണ്ട്. 10 മണിയോടുകൂടി അതിലേക്ക് കടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം കുഞ്ഞിൻ്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകും, കറുകുറ്റിയിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് സംസ്കാര നടപടികളടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. വളരെ ഞെട്ടിപ്പിക്കുന്ന, വളരെ വിഷമിപ്പിക്കുന്നതുമായൊരു വിവരമായിരുന്നു ഇന്നലെ ഉച്ചയോടുകൂടി പുറത്തു വരുന്നത്. ഈ കേസിൽ അമ്മൂമ്മയാണ് പോലീസ് ഇതിൽ പ്രാഥമികമായ തെളിവുകളെല്ലാം അവർക്കെതിരാണ്, അവർ തന്നെയാണ് എന്നത് പോലീസ് ഉറപ്പിക്കുന്നുമുണ്ട്. എങ്കിലും ഔദ്യോഗികമായ അതിൻ്റെ ഒരു പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങൾ വരേണ്ടതുണ്ട്. നിലവിൽ അവർ കസ്റ്റഡിയിലാണ്. നിലവിൽ ആശുപത്രിയിൽ അവർ ചികിത്സയിൽ തുടരുകയാണ്. പോലീസ് പറയുന്നത് ഇവർക്ക് വിഷാദ രോഗമടക്കമുള്ള കാര്യങ്ങളുണ്ട്. സോഡിയം കുറയുന്നത് അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, വാദം സംബന്ധമായ കാര്യങ്ങൾ, അങ്ങനെ നിരവധിയായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് വിഷാദ രോഗത്തിന് അവർ ചികിത്സയിലാണ്. പലപ്പോഴും ഇതിന് മരുന്നും അവർ കഴിക്കുന്നുണ്ട്. ഇതിൽ ഇന്നലെ കുട്ടിക്ക് സമീപം അവരാണ് ചേർത്ത് കിടത്തിയിരുന്നത്. അതിനോട് വീട്ടിലെ ചുവരിനോട് ചേർന്ന് ഇവർ രണ്ടുപേരും കിടന്നുറങ്ങുകയായിരുന്നു. പിന്നീടാണ് കരച്ചിൽ കേട്ടെത്തുന്നത്. അപ്പോൾ കഴുത്ത് മുറിച്ച നിലയിലായിരുന്നു കുട്ടിയെ കണ്ടെത്തിയത്. ഇന്നലെ ഫോറൻസിക് വിഭാഗം അവിടെ പരിശോധന നടത്തുകയും വീടിനകത്തു നിന്ന് തന്നെ ഈ കത്തി കണ്ടെത്തുകയും അത് സ്ഥിരീകരിക്കുകയും എല്ലാം തന്നെ പോലീസ് ഫോറൻസിക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലേക്ക് അവർ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഇവിടെ നിന്ന് തന്നെ കുടുംബത്തിൽ നിന്ന് തന്നെ
അമ്മൂമ്മ തന്നെയാണ് ഈ കൃത്യം ചെയ്തിരിക്കുന്നത് എന്നതെല്ലാം തന്നെ ഉറപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അമ്മയുടെ അറസ്റ്റ് ഇന്ന് പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്യും. നിലവിൽ ഇതിനുശേഷവും അവരുടെ ആരോഗ്യസ്ഥിതി മോശമാണ്. കാരണം ഈ സോഡിയം കുറയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്ക് മാനസികമായും ശാരീരികമായും തന്നെ ഉണ്ടാകാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ആരോഗ്യം മെച്ചപ്പെടുകയും തുടർന്ന് അവരുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുകയും എല്ലാം തന്നെ വേണം. വല്ലാത്തൊരു നടുക്കത്തിൻ്റെ ദിവസം തന്നെയായിരുന്നു ഇന്നലെ. ഈ കുഞ്ഞിന് മറ്റൊരു സഹോദരൻ കൂടിയുണ്ട്, 5 വയസ്സുകാരൻ ഡാനിയൽ എന്ന് പറയുന്ന സഹോദരൻ കൂടിയുണ്ട്. അവൻ്റെ പിറന്നാളായിരുന്നു ഇന്നലെ എന്നതാണ്. ഇന്നലെ വൈകിട്ട് അതിനുവേണ്ടി ഒരു ഡേ കെയറിൽ ഒരു ആഘോഷത്തിന് വേണ്ടി കേക്ക് മുറിക്കുന്നതിനും എല്ലാം വേണ്ടി അവർ തയ്യാറെടുക്കുന്ന ഒരു സമയത്താണ് ഇവിടെ കുഞ്ഞു സഹോദരി കുഞ്ഞിൻ്റെ ജീവൻ വെടിയുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. വല്ലാത്ത നടുക്കത്തിൽ തന്നെയായിരുന്നു ആ പ്രദേശമാകെ ഉണ്ടായിരുന്നത്. ഇത് പിതാവ് ആൻ്റണി, മാതാവ് റൂത്ത്. ഇതിൽ റൂത്തിൻ്റെ മാതാവിൻ്റെ കുടുംബത്തിനൊപ്പമായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. കുറേ നാളായി. ആൻ്റണി ചെല്ലാനം സ്വദേശിയാണ്. കുറച്ച് നാളെ ഏതാണ്ട് 10-12 വർഷത്തിലധികമായിട്ട് കറുകുറ്റിയിലാണ് താമസിക്കുന്നതെന്നാണ് പറയുന്നത്. അവിടെ സ്ഥലം വാങ്ങിച്ച് വീട് വെച്ച് താമസിക്കുകയായിരുന്നു. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലാതെ പോകുന്ന ഒരു കുടുംബം തന്നെയായിരുന്നു. മറ്റ് വിഷയങ്ങളോ സാമ്പത്തിക കാര്യങ്ങളോ ഒന്നും തന്നെ വിഷയങ്ങൾ അലട്ടിയിരുന്നില്ല എന്നാണ് പരിസരവാസികൾ പറയുന്നത്. പക്ഷേ ഇത് അങ്ങേറ്റം ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായി പോയി. അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഇത് ഏൽക്കേണ്ടി വന്നത് എന്നതെല്ലാം തന്നെ നമ്മളെ വിഷമിപ്പിക്കുന്നതും വളരെയധികം ഞെട്ടിപ്പിക്കുന്നതുമെല്ലാമാണ്. അവരും ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നതും വിഷമകരമായ ഒരു കാര്യം തന്നെയാണ്. ഏതായാലും പോലീസ് നടപടികളിലേക്ക് കടക്കുകയാണ്. വൈകാതെ അവർ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തും. ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടികളും അല്പസമയത്തിനകം ആരംഭിക്കുകയും ചെയ്യും. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഞെട്ടിക്കുന്ന നടുക്കുന്ന വളരെ ദുഃഖമുണ്ടാക്കിയൊരു വാർത്തയായിരുന്നു അത്. കറുകുറ്റിയിൽ ആ പിഞ്ചു കുഞ്ഞിനെ അമ്മൂമ്മയുടെ കരം കൊണ്ട് ജീവൻ ഇല്ലാതാകുന്ന സാഹചര്യം. പക്ഷേ അമ്മൂമ്മയുടെ മാനസികാവസ്ഥയിലുള്ള പ്രശ്നങ്ങൾ കൂടി അവിടെ ചേർത്ത് വെക്കണം. ആ ഒരു പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട് എന്ന് പറയാതെ എന്നാലും കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ തുടങ്ങാൻ പോവുകയാണ്. ഡാനിയാണ് കൊച്ചിയിൽ നിന്ന് ചേർന്നത്. ഇനി കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ രക്ഷപ്പെട്ട സംഭവത്തിൽ 3 തമിഴ്നാട് പോലീസുകാർക്ക് സസ്പെൻഷൻ. ബന്തൽഗുഡി SI നാഗരാജനടക്കം 3 പേർക്കെതിരെയാണ് നടപടി. പ്രതിയെ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി. തൃശൂർ വിയൂരിൽ നിന്ന് സ്കൂട്ടർ മോഷ്ടിച്ച് രക്ഷപ്പെട്ടത് ബാലമുരുകൻ ആണ് എന്ന നിഗമനത്തിൽ കേരള പോലീസ് ഉണ്ട്. ഡാനി പോൾ തന്നെ അതിൻ്റെ വിവരങ്ങൾ നൽകും. ഡാനി, ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഹോട്ടലിൽ വളരെ ലാഘവത്തോടുകൂടി അയാളെ കൈവിലങ്ങ് കഴിച്ച് സ്വതന്ത്രനായി വിട്ട് അയാൾ മടക്കെ കുത്തി പോകുന്നതൊക്കെ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അപ്പോൾ വലിയ വീഴ്ചയാണ് അന്ന് പോലീസിന് സംഭവിച്ചത്, തമിഴ്നാട് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന്. ആ സംഘത്തിലുണ്ടായിരുന്ന പോലീസുകാർക്കാണോ സസ്പെൻഷൻ? ഇനി ഇയാളെ പറ്റിയുള്ള ഒരു തുമ്പും ഇത്രയും ദിവസമായിട്ടും ഒരു വിവരവും ലഭിക്കുന്നില്ലേ കേരള പോലീസിന്? നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിവരവും പോലീസിന് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പോലീസ് അന്വേഷണം തുടരുകയാണ്. ഇതിലിപ്പോൾ നടപടി വന്നിരിക്കുന്നത് തമിഴ്നാട്ടിലെ 3 പോലീസുകാർക്കാണ് സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്. ബന്തൽഗുഡി SI നാഗരാജനടക്കം 3 പേർക്കെതിരെയാണ് നടപടി വന്നിരിക്കുന്നത്. അതിൽ പ്രതിയെ കണ്ടെത്താനായിട്ട് ക്രൈംബ്രാഞ്ചിനടക്കം ഇപ്പോൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ആ നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിരിക്കുന്നു. വലിയ രീതിയിലുള്ള ഞെട്ടിപ്പിക്കുന്ന സംഭവമായിരുന്നു വിയൂർ അതിസുരക്ഷാ ജയിലിന് മുന്നിലുണ്ടായിരുന്നത്. വിയൂർ സുരക്ഷാ ജയിലിന് മുന്നിൽ നിന്ന് കൊണ്ടാണ് ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് അടക്കം കാര്യങ്ങളുള്ളത്. അത് CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തികഞ്ഞ അനാസ്ഥയാണ്, തികഞ്ഞ അലംഭാവമാണ്, ഉത്തരവാദിത്തമില്ലായ്മയാണ് തമിഴ്നാട് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതാണ്ട് 50-ലധികം കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധനായ ഒരു കുറ്റവാളി, ഒരു ഗ്യാങ്സ്റ്റർ എന്നെല്ലാം തന്നെ പറയാവുന്ന ഒരാൾ, പലതവണ പോലീസിൻ്റെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയിട്ടുള്ള ഒരാൾ. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ ഒരാളെയാണ് തീർത്തും യാതൊരു സുരക്ഷാ മുൻകരുതലുമില്ലാതെ അവിടെ കൊണ്ടുവന്ന് പോലീസുകാരെ ഡ്രോപ്പ് ചെയ്യുന്നത് പോലെയുള്ള ഒരു രീതിയിലേക്കാണ് അവിടെ കൊണ്ടുവന്നത്. കൈവിലങ്ങുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെയാണ് ഇയാളിവിടേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നത്. അതുകൊണ്ട് വലിയ വീഴ്ച അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. തുടക്കത്തിൽ പലതും പറഞ്ഞ തമിഴ്നാട് പോലീസും ഇതിൽ നിന്ന് തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന രീതിയിലേക്ക് അടക്കമുള്ള കാര്യങ്ങൾ വരാൻ ശ്രമിച്ചുവെങ്കിലും CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തു. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നതും വളരെ
വളരെ നേരത്തെ എന്തോ സൂചിപ്പിച്ചതുപോലെ നടന്നു പോകുന്നത് അടക്കമുള്ള വിഷ്വൽസും എല്ലാം തന്നെ പുറത്തു വരുമ്പോൾ അവർ എത്ര അലംഭാവത്തോടു കൂടിയാണ് ഇയാളെ കൈകാര്യം ചെയ്തതെന്ന് വ്യക്തമാവുകയും ചെയ്തു. രക്ഷപ്പെടാനൊരു മാർഗം ഒരുക്കി കൊടുത്തു എന്ന് പോലും സംശയിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വിയ്യൂരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു സ്കൂട്ടർ, ഒരു കരാറുകാരനായ സുരേന്ദ്രൻ എന്നൊരാളുടെ സ്കൂട്ടർ അടക്കം മോഷണം പോയിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇതിൽ അന്വേഷണം നടക്കുന്നത്. നേരത്തെയും സമാനമായ രീതിയിൽ ഇയാൾ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്, ബൈക്ക് മോഷ്ടിച്ച്. അതുകൊണ്ട് ഈ രീതിയിലുള്ളൊരു അന്വേഷണവും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നു. തൃശ്ശൂരും അടുത്ത ജില്ലകളിലും തമിഴ്നാടടക്കമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ പരിശോധനകൾ പുരോഗമിക്കുകയാണ്. അതിനിടെയാണ് ഇപ്പോൾ തമിഴ്നാട് പോലീസിൽ 3 പേർക്കെതിരെ നടപടി വന്നിരിക്കുന്നത്. എന്തോ റൈറ്റ്. പ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ രക്ഷപ്പെട്ടു പോയ സംഭവത്തിൽ ഇപ്പോൾ തമിഴ്നാട് പോലീസിന്റെ നടപടി വന്നിരിക്കുന്നു. 3 പോലീസുകാർക്ക് സസ്പെൻഷൻ. ഡാനിയാണ് കൊച്ചിയിൽ നിന്ന് ചേർന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണ കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്തേക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യം ചെയ്യലിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ കേന്ദ്രീകരിച്ചും SITയുടെ പരിശോധന തുടരുകയാണ്. പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുൻ ദേവസ്വം കമ്മീഷണർ N വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ അതീവ രഹസ്യമായിട്ടാണ് അന്വേഷണം തുടരുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങൾ വിശദമായി നൽകും. ഡാൻ, ഈ പത്മകുമാറിലേക്ക് ഉടൻ എത്തുമോ അന്വേഷണ സംഘം? അത്തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 10ാം തീയതി വരെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വാതിൽപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട കേസിൽ ചോദ്യം ചെയ്യലിനായി അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം അടക്കം വിശദമായ ചോദ്യം ചെയ്യലാണ് നടന്നത്. ഈ ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും 2019 ഭരണസമിതിക്ക് നേതൃത്വം നൽകിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാനായി ക്രൈംബ്രാഞ്ചിന്റെ ഇൻഡ്യക്കലിലെ ഓഫീസിലേക്ക് അന്വേഷണ സംഘം വിളിച്ചു വരുത്തുകയെന്നാണ് വിവരം. മാത്രവുമല്ല, N വാസു കഴിഞ്ഞ ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയ മൊഴി കേന്ദ്രീകരിച്ച് വിശദമായ പരിശോധന തുടരുകയാണ്. ഈ മൊഴിയിൽ വസ്തുതയുണ്ടോ, മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം കൃത്യതയുള്ളതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലുള്ള പരിശോധന നടക്കുന്നത്. അതേസമയം ഹൈക്കോടതിയുടെ നേരിട്ടുള്ള ഒരു മേൽനോട്ടം നിലനിൽക്കുന്നതിനാൽ കൃത്യമായി കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഓരോ ഇടപെടലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോടതിയിൽ കഴിഞ്ഞ ദിവസം ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ തുടരന്വേഷണത്തിന്റെ ഭാഗമായി പത്മകുമാറിനെ വൈകാതെ ചോദ്യം ചെയ്യാനുള്ള നീക്കം SITയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഒപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ അത് ഈ SIT അതിൽ പരിശോധന നടത്തുന്നുണ്ടല്ലോ. മുൻ ദേവസ്വം കമ്മീഷണർ N വാസുവിനെയൊക്കെ വീണ്ടും ചോദ്യം ചെയ്യാൻ നീക്കമുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തിലും തുടർ നീക്കങ്ങൾ ആരംഭിച്ചോ? ഞാൻ അത് തന്നെയാണ് സൂചിപ്പിച്ചത്. അതായത് N വാസുവിനെ ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കടുത്ത നീക്കങ്ങളിലേക്ക് കടക്കുകയോ ചെയ്താലും അത്ഭുതപ്പെടാനില്ല. കാരണം ഗുരുതരമായ പരാമർശങ്ങൾ ടക്കർ റിപ്പോർട്ടിലടക്കം 2019 മാർച്ച് മാസത്തിൽ ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസുവിനെതിരെ ഉണ്ട്. വാതിൽപ്പാളിയിലെ സ്വർണം ഒഴുക്കി മാറ്റുന്നതിൽ കൃത്യമായി N വാസുവിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന പരാമർശമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഏതെങ്കിലും തരത്തിൽ അതിന്റെ സാമ്പത്തിക ലാഭം N വാസുവിനെ ലഭിച്ചിട്ടുണ്ടോ എന്നത് വിശദമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതിനോട് വ്യക്തത വരും. ഒരുപക്ഷെ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്ന് ചോദ്യം ചെയ്ത് വിട്ടയച്ചത്. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്ന മൊഴി N വാസുവിനെതിരായി മാറിയാൽ ഒരുപക്ഷെ അടുത്ത നീക്കങ്ങളിലേക്ക് SIT കടക്കാനാണ് സാധ്യത. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. തിരുവനന്തപുരം വർക്കലയിൽ കഴിഞ്ഞ ദിവസം ട്രെയിൻ യാത്രക്കാരിക്ക് നേരെ മദ്യലഹരിയിൽ സഹയാത്രികൻ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ പരിശോധന കർശനമാക്കി RPF. ഓപ്പറേഷൻ രക്ഷിത എന്ന പേരിലാണ് പരിശോധനയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനുകളിലും പരിസരങ്ങളിലും ട്രെയിനുകൾക്കുള്ളിലും ആൽക്കോമീറ്റർ ഉപയോഗിച്ചുള്ള പ്രത്യേക പരിശോധനകൾ നടത്തും. മദ്യപിച്ച് റെയിൽവേ പ്ലാറ്റ്ഫോമുകളിലും ട്രെയിനുകളിലും പ്രവേശിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് റെയിൽവേ പോലീസ് സൂപ്രണ്ട് ഷഹൻഷാ IPS അറിയിച്ചു. അതേസമയം ആക്രമണത്തിൽ പരിക്കേറ്റ 19-കാരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച INS ഇക്ഷക് ഇന്ന് കമ്മീഷൻ ചെയ്യും. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ നടക്കുന്ന ചടങ്ങിലാണ് യുദ്ധക്കപ്പൽ നീറ്റിലിറക്കുക. സമുദ്രത്തിന്റെ
ഗൈഡാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ INS ഇക്ഷക്. കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡിലാണ് യുദ്ധക്കപ്പലിന്റെ നിർമ്മാണം. സന്ധ്യ ക്ലാസ് സർവേ കപ്പലുകളിലെ മൂന്നാമത്തെ കപ്പലാണിത്. ഹൈഡ്രോഗ്രാഫിക് സർവേകൾക്കും തീരദേശ ദൗത്യങ്ങൾക്കുമാണ് പ്രധാനമായും ഉപയോഗിക്കുക. ഡാനി ഇപ്പോൾ ഒരിക്കൽ കൂടി കൊച്ചിയിൽ നിന്ന്. ഡാനി, എന്തൊക്കെയാണ് സവിശേഷതകൾ ഈ കപ്പലിൻ്റെ? എൽദോ, ഒറ്റവാക്കിൽ ഈ നാവികസേനയുടെ ഏറ്റവും പുതിയൊരു വഴികാട്ടി എന്നെല്ലാം തന്നെ വിശേഷിപ്പിക്കാവുന്ന സവിശേഷമായ സംവിധാനങ്ങളോടുകൂടിയാണ് ഈ കപ്പൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഏറ്റവും അഭിമാനകരമെന്ന് പറയുന്നത് 80% തദ്ദേശീയമായി നിർമ്മിച്ച വികസിപ്പിച്ചെടുത്ത സംവിധാനങ്ങളോടുകൂടിയാണ് കപ്പൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നതാണ്. ഫിയർലെസ് ബ്രേവ് പാത്ത് ഫൈൻഡർ എന്നതാണ് ഇതിൻ്റെ ഒരു ആപ്തവാക്യം. അത് തന്നെ സൂചിപ്പിക്കുന്നത് എത്രമാത്രം ഇത് നാവികസേനയ്ക്ക് മുതൽക്കൂട്ടാകുന്നു എന്നതെല്ലാം തന്നെയാണ്. ഇത് ആഴത്തിൽ സമുദ്രത്തിൻ്റെ അതിൻ്റെ ഒരു 11,000 അടി ആഴത്തിൽ വരെ വളരെ സസൂക്ഷ്മമായി നിരീക്ഷണം നടത്തി മുന്നോട്ട് പോകാൻ കഴിയുക. അതുമാത്രവുമല്ല, ചുറ്റുപാടുകൾക്ക് കൃത്യമായ വിവരങ്ങളെല്ലാം നൽകാൻ കഴിയുന്ന വളരെ സവിശേഷതമായ അത്യാധുനിക ഉപകരണങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന ഒരു കപ്പലാണ് ഇത്. അതുകൊണ്ട് തന്നെയും മുഖ്യമായ ഒരു ദൗത്യം എന്ന് പറയുന്നത് ഹൈഡ്രോഗ്രാഫിക് സർവേ പ്രവർത്തനങ്ങൾക്ക് പുറമെ അടിയന്തര ഘട്ടത്തിൽ അത് വളരെ പ്രയോജനപ്പെടുന്ന അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി തന്നെ ആണ് അത് ഉപയോഗിക്കാനായിട്ട് കഴിയുക. അത് വളരെ നമുക്ക് ഒരു ഉദാഹരിച്ച് പറയുകയാണെങ്കിൽ ഷിരൂരിലുണ്ടായിരുന്ന ദൗത്യത്തിൽ നാവികസേന അടക്കം അതിൻ്റെ ഒരു സംവിധാനങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ചിരുന്നു. പക്ഷേ അതിനേക്കാൾ വളരെ ഡീറ്റെയിലിംഗ് ആയ ഒരു മാപ്പിംഗ് എല്ലാം തന്നെ നടത്തുന്നതിന് ഇത് സാധിക്കും. വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ 11,000 അടി ആഴത്തിൽ വരെ പരിശോധന നടത്താൻ കഴിയുന്നു എന്നതെല്ലാം തന്നെ പറയുന്നത് അതിൻ്റെ ഒരു സവിശേഷ സംവിധാനങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നതാണ്. ഇത് നാവികർക്കും അതോടൊപ്പം ചുറ്റുപാടുകളുള്ള മേഖലകളിലും എല്ലാം തന്നെ വിവരങ്ങൾ കൈമാറാനായിട്ട് എല്ലാം തന്നെ സാധിക്കുന്നു എന്നതെല്ലാമാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്കാണ് കൊച്ചി നാവികസേന ആസ്ഥാനത്ത് ഇതിൻ്റെ ഒരു കമ്മീഷനിങ് ചടങ്ങ് അടക്കമുള്ള ഒരു കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. നാവികസേന മേധാവി ദിനേഷ് കുമാർ ത്രിപാഠിയാണ് ചടങ്ങിൽ മുഖ്യ അതിഥിയാവുന്നത്. എന്തായാലും നാവികസേനയുടെ മുന്നോട്ടുള്ള പോക്കിൽ വളരെ കൃത്യമായ നിർണായകമായ ഒരു പങ്ക് വഹിക്കാൻ സാധിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇന്നലെ അതിൻ്റെ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരു നാവികസേന പരിചയപ്പെടുത്തിയ കാര്യത്തിൽ പ്രധാനപ്പെട്ട സ്ത്രീകൾക്കടക്കം ഈ നാവികരായ വനിതാ ഉദ്യോഗസ്ഥർക്കടക്കം അവിടെ താമസിക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങൾ വരെ ഈ പുതിയ ഈ ഷിപ്പിൽ കപ്പലിൽ ഒരുക്കിയിരിക്കുന്നു എന്നതെല്ലാം തന്നെ നാവികസേന എത്രമാത്രം മാറുന്നു ആ പുരോഗമനവും എല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നതാണ് എന്നതാണ് നാവികസേന തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. അങ്ങനെ വലിയ സംവിധാനങ്ങളും ഓടുകൂടിയ ഒരു പുതിയ കപ്പൽ കൂടിയാണ് നാവികസേനയുടെ കരുത്തിൻ്റെ ഭാഗമായിട്ട് അണിചേരുന്നത്. എൽദോ. റൈറ്റ്. ഡാനി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. ഒരിടവേള കൂടി. 2 ദിവസ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കുവൈത്തിൽ 22 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു കേരള മുഖ്യമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത്. സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് IAS മുഖ്യമന്ത്രിയോടൊപ്പമുണ്ട്. പ്രവാസികൾക്കായി സർക്കാർ രൂപപ്പെടുത്തിയ പദ്ധതികൾ വിശദീകരിക്കുക, മലയാളി സമൂഹത്തെ നേരിൽ കാണുക എന്നിവയാണ് യാത്രയുടെ മുഖ്യ ലക്ഷ്യം. സംസ്ഥാന സർക്കാരിൻ്റെ അതിദരിദ്ര വിമുക്ത പ്രഖ്യാപനത്തെ ചോദ്യം ചെയ്ത് പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം പെരിന്തൽമണ്ണയിലെ 2871 SC വീടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ സർവേ പുറത്തുവിട്ടാണ് നജീബ് കാന്തപുരം സർക്കാരിൻ്റേത് വെറും പ്രഖ്യാപനം മാത്രമാണെന്ന് ആരോപിക്കുന്നത്. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ 4676 SC കുടുംബങ്ങളിൽ 2871 വീടുകളിലാണ് കാലിക്കറ്റ് സർവകലാശാലയിലെ ഡെവലപ്മെന്റ് സ്റ്റഡീസ് വിദ്യാർത്ഥികൾ പഠനത്തിന്റെ ഭാഗമായി സർവേ നടത്തിയത്. 348 സദ്ഗ്രാമങ്ങളിലായിരുന്നു പഠനം. ടോയ്ലറ്റ്, സാനിറ്റേഷൻ, ഹൗസിംഗ്, ഇൻഫ്രാസ്ട്രക്ചർ, തൊഴിൽ ഉപജീവനം, ആരോഗ്യം, മെഡിക്കൽ സപ്പോർട്ട് എന്നീ 4 മാനദണ്ഡങ്ങളായിരുന്നു സർവേയിൽ പരിഗണിച്ചത്. സർവേയുടെ വിശദാംശങ്ങൾ ഇങ്ങനെ: 2871 കുടുംബങ്ങളിൽ 70 പേർക്ക് ടോയ്ലറ്റുകളില്ല. 2741 വീടുകളും മതിയായ സൗകര്യമില്ലാത്തവ. സ്ഥിര വരുമാനമില്ലാത്ത 1574 കുടുംബങ്ങളുണ്ട്. ആരോഗ്യമേഖലയിൽ കൃത്യമായ ചികിത്സ ലഭ്യമല്ലാത്ത 2574 കുടുംബങ്ങൾ. മൊത്തം വീടുകളിൽ 93.7% BPL AAY കുടുംബങ്ങളാണ്. 10 കുടുംബങ്ങൾ അതിദരിദ്രർ. ഇവർക്ക് 200 രൂപ പോലും ദിവസ വരുമാനമില്ല. കേരളത്തിലെ ശരാശരി വരുമാനത്തിലും താഴെയണിവ എന്നും സർവേ. കേരളത്തിൽ അതിദാരിദ്ര്യം ഇല്ലാതെയാകുകയാണെങ്കിൽ അതിൻ്റെ മിനിമം പാരാമീറ്ററായിട്ട് 4 കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. ഒന്ന്, എല്ലാവർക്കും വീടുണ്ടാവണം.
എല്ലാവർക്കും ടോയ്ലറ്റ് ഉണ്ടാവണം, എല്ലാവർക്കും 200 രൂപയെങ്കിലും സ്ഥിര വരുമാനം ഉണ്ടാവണം, എല്ലാവർക്കും ഏറ്റവും ചുരുങ്ങിയത് ആരോഗ്യം ഉള്ള ജീവിത സാഹചര്യം ഉണ്ടാവണം, ചികിത്സയ്ക്ക് സംവിധാനം ഉണ്ടാവണം. ഈ 4 പാരാമീറ്ററാണല്ലോ കേരളവും പറഞ്ഞത്. നമ്മൾ ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞത്. ഞാൻ ഈ അതിദരിദ്രർക്ക് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ ആ മാനദണ്ഡങ്ങളെയാണ് വെല്ലുവിളിക്കുന്നത്. ആ മാനദണ്ഡങ്ങളിൽ ഒന്ന് അച്ചീവ് ചെയ്ത ഒരു പഞ്ചായത്ത് കേരളത്തിലുണ്ടോ? ഉണ്ടാവില്ല. അതിദാരിദ്ര്യം എങ്ങനെ ഇല്ലാതാക്കി എന്നതിന് സർക്കാർ വ്യക്തമായ മറുപടി പറയുന്നില്ല എന്ന് നജീബ് കാന്തപുരം ആരോപിച്ചു. എന്തെല്ലാം മാനദണ്ഡങ്ങളായിരുന്നു സർക്കാർ ഇതിനുപയോഗിച്ചത്? എവിടെയെങ്കിലും സർവേ നടത്തിയിരുന്നോ? ആസൂത്രണ ബോർഡ്, സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ എന്നിവർ ഈ സർവേയിൽ പങ്കാളികളായിരുന്നു എന്നും അദ്ദേഹം ചോദിച്ചു. പെരിന്തൽമണ്ണയിൽ ഞങ്ങൾ ഇത് പഠനം നടത്തിയത് കൊണ്ട് ഞങ്ങൾക്ക് റിപ്പോർട്ട് ഉണ്ടായി. പെരിന്തൽമണ്ണയിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു വിദ്യാർത്ഥികളെ വെച്ച ഒരു സ്റ്റഡി റിപ്പോർട്ട് ഉണ്ടാക്കി. ഇത് ഡാറ്റ ഉണ്ടാക്കിയത് കൊണ്ടും ഇതിൻ്റെ ഞങ്ങളൊരു സോഷ്യൽ വർക്ക് ചെയ്തത് കൊണ്ടും കേരളത്തിന് ഞങ്ങൾ സമ്മാനിക്കുന്ന ഒരു സംഗതിയാണ്. ഇതിൽ നിന്ന് ഗവൺമെൻറ് പാഠം പഠിക്കണം. ഈ ഡാറ്റ വെച്ച് ഗവൺമെൻറ് പഠിക്കണം. എന്നിട്ട് അതിദരിദ്രരില്ലാത്ത കേരളമാക്കി മാറ്റാനുള്ള പരിശ്രമത്തിലേക്ക് കാൽവെക്കണം. ആ പരിശ്രമത്തിലേക്ക് കാൽവെക്കണമെങ്കിൽ അതിദരിദ്രർക്ക് വേണ്ടി നിർമ്മിക്കാൻ ഉദ്ദേശിച്ച വീടിൻ്റെ പൈസ എടുത്ത് ഇവൻറ്റിൻ്റെ മാമാങ്കം നടത്തല്ല വേണ്ടത്. അത് അവർക്ക് എത്തിക്കാൻ, അർഹരായ മനുഷ്യർക്ക് അത് എത്തിക്കാനുള്ള സംവിധാനം ഗവൺമെൻറ് ഉണ്ടാക്കി. കുന്നുമ്മൽ സദ്ഗ്രാമത്തിലെ വീട്ടമ്മമാരെ ഒപ്പം നിർത്തിയായിരുന്നു MLA യുടെ വാർത്താ സമ്മേളനം. ഇവരുടെ എല്ലാം വീട് നിർമ്മാണം ഫണ്ടിന്റെ കുറവിനാൽ വർഷങ്ങളായി പൂർത്തിയായിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ വാർത്താ സമ്മേളനത്തിൽ MLA യുടെ കൂടെ നിന്നവർക്കെല്ലാം സർക്കാർ വീട് നൽകിയതാണെന്നും വീട് പണി പൂർത്തിയാകാത്തതുകൊണ്ടാണ് ഇവർ താൽക്കാലിക സ്ഥലത്ത് താമസിക്കുന്നതെന്നുമാണ് LDFന്റെ പ്രാദേശിക നേതാക്കൾ പറയുന്നത്. ന്യൂസ് 18 മലപ്പുറം. JNU വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഫലപ്രഖ്യാപനം ഇന്നുണ്ടാകും. വാശിയേറിയ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ 67% പേരാണ് വോട്ട് ചെയ്തത്. സെൻട്രൽ പാനലിലെ 4 പോസ്റ്റുകളിലേക്കും 18 വിഭാഗങ്ങളിലേക്കുള്ള കൗൺസിലർ പോസ്റ്റുകളിലേക്കുമാണ് മത്സരം നടന്നത്. സെൻട്രൽ കമ്മിറ്റിയിലേക്ക് 2 മലയാളികൾ ഉൾപ്പെടെ 20 പേരും കൗൺസിലർ പോസ്റ്റുകളിലേക്ക് 111 പേര് മത്സരിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏകപക്ഷീയ നികുതി ചുമത്തൽ ചോദ്യം ചെയ്ത് US സുപ്രീം കോടതി. മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ഭീമമായ നികുതി ഏർപ്പെടുത്തുന്നത് ന്യായമാണോ എന്നും കോടതി ചോദിച്ചു. എന്നാൽ രാജ്യം പ്രതിസന്ധി നേരിടുമ്പോൾ കടുത്ത നടപടികൾ വേണ്ടിവരുമെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ വാദം. MG മിഥുൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. മിഥുൻ, കോടതി ഇത്തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റിനെതിരെ ചോദിക്കുകയാണ്. അപ്പോൾ അതിന്റെ മറുപടി രാജ്യം പ്രതിസന്ധി നേരിടുമ്പോൾ ഇത്തരം നടപടി വേണ്ടിവരുമെന്നാണ്. അത് ഇക്കാര്യത്തിൽ കോടതിയുടെ ചോദ്യം ട്രംപ് ഭരണകൂടത്തിനും വൈറ്റ് ഹൗസിനും ഒരു തിരിച്ചടി തന്നെയല്ലേ? തീർച്ചയായും അങ്ങനെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ അനുമാനിക്കാൻ സാധിക്കും. കാരണം പ്രത്യേകിച്ച് ഫെഡറൽ കോടതിയുടെ ഒരു വിധി അത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത് ട്രംപിന് വലിയ തിരിച്ചടി അല്ലെങ്കിൽ കനത്ത പ്രഹരമേൽപ്പിക്കുന്നത് തന്നെയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയും ഈ വിഷയത്തിൽ ചില സംശയങ്ങളും ചില ചോദ്യങ്ങളും ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എങ്ങനെ ഏകപക്ഷീയമായി മറ്റ് രാജ്യങ്ങൾക്ക് മേൽ എത്രയും അധിക തീരുവ ഏർപ്പെടുത്താനാകുമെന്നുള്ളൊരു ചോദ്യമാണ് സുപ്രീം കോടതി ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ ട്രംപിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളുണ്ട്. സോളിസിറ്റർ ജനറൽ പറഞ്ഞ ചില കാര്യങ്ങൾ, അതായത് ഈ തീരുമാനം രാജ്യത്തിന്റെ സവിശേഷമായ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നടപടി അമേരിക്കൻ പ്രസിഡന്റ് കൈക്കൊള്ളുന്നത്. അതുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ഈ രീതിയിൽ നികുതി ചുമത്തിയാൽ മാത്രമേ വലിയ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ അത് മറികടക്കാൻ സാധിക്കൂ. അതല്ല എങ്കിൽ വലിയ വിപത്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുള്ള നീക്കമാണ് ഭരണകൂടം നടത്തുന്നത് എന്നുള്ള ഒരു മറുപടിയാണ് നടത്തിയത്. എന്തായാലും ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ഒരു വാദ്യപ്രതിവാദത്തിന് തന്നെയായിരിക്കാം കോടതി സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ചുള്ള വാദങ്ങൾ തുടങ്ങിയത്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം. പ്രത്യേകിച്ച് ഈ 1977 എമർജൻസി എക്കോണമിക് ആക്ട് പ്രകാരമാണ് ഈ നടപടി മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഈ ആക്ടിൽ ഈ കാര്യങ്ങളൊന്നും തന്നെ വ്യവസ്ഥ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഏതെങ്കിലും രാജ്യങ്ങൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്താൻ ഈ ആക്ട് കൊണ്ട് സാധിക്കും. പക്ഷേ അധിക തീരുവ ഈടാക്കാനോ അല്ലെങ്കിൽ നികുതി ചുമത്താനോ ഒന്നും തന്നെ ഈ ആക്ട് ഉപയോഗിച്ചുകൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, കോൺഗ്രസിന് ഇത് സംബന്ധിച്ചുള്ള അനുമതി ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഒരു ഭരണകൂടത്തിനോ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിനോ ഇങ്ങനെ ഏകപക്ഷീയമായ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ ആക്ട് മുന്നോട്ട് വെക്കുന്ന നിയമപ്രകാരം ഉള്ള കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ കോടതി ആരാഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, കോടതിയുടെ നിരീക്ഷണങ്ങൾ അത് തുടർന്നും ആ രീതിയിൽ തന്നെയാണ് പോകുന്നതെങ്കിൽ വലിയൊരു തിരിച്ചടി അമേരിക്കൻ പ്രസിഡന്റ് നേരിടേണ്ടി വരും. അത് രാജ്യത്തെ സംബന്ധിച്ച്
വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാനൊരു സാഹചര്യത്തിലൂടെ വഴിയൊരുക്കുമെന്നുള്ളതാണ് വിദഗ്ധരടക്കം അഭിപ്രായപ്പെടുന്നത്. അതിൻ്റെ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇത്ര കാലമായി മറ്റ് രാജ്യങ്ങൾക്ക് മേൽ, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് മേൽ കനത്ത തീരുവ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ പിഴത്തുകയെല്ലാം തന്നെ ഈടാക്കിയത് തിരിച്ചു നൽകേണ്ടി വരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ട്രംപിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയായി മാറാനുള്ള ഒരു സാധ്യതയാണ്. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അധികം തുക ഇത്തരത്തിൽ എല്ലാ രാജ്യങ്ങൾക്കുമായി അമേരിക്ക നൽകേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്യും. എന്തായാലും ഇക്കാര്യത്തിൽ വിദഗ്ധ അഭിപ്രായങ്ങൾ തേടുന്നുണ്ട്. ഒപ്പം തന്നെ അതെല്ലാം കൂടി പരിഗണിച്ചും ഒപ്പം തന്നെ രാജ്യത്തിൻ്റെ സുരക്ഷ, ഒപ്പം തന്നെ രാജ്യത്തിൻ്റെ ഏതെങ്കിലും തരത്തിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാകുമോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമോ, ഇക്കാര്യങ്ങളൊക്കെ സസൂക്ഷ്മമായി നിരീക്ഷണത്തിന് ശേഷമായിരിക്കും കോടതിയുടെ ഭാഗത്തു നിന്നൊരു കൃത്യമായ വിധി ഉണ്ടാകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ഒരു പരാമർശം, കോടതിയുടെ ഒരു നിരീക്ഷണം, അത് ട്രംപിനെ സംബന്ധിച്ച് ഒരു തിരിച്ചടിയായി നമുക്ക് കണക്കാക്കാം. മറ്റ് രാജ്യങ്ങൾ, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു നടപടി കൂടിയാണ്. ശരി, എം ജി മിഥുൻ, ന്യൂസ് ഡെസ്കിലാണ്. കാസർഗോഡ് ഉക്കിനടുക്കയിലെ മഹാശിലാ സ്മാരകത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷമാണ്. കാര്യാടിൽ 2000 വർഷം മുമ്പ് ശിലാകാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ചരിത്രം പറയുന്ന ചെങ്കല്ലറയും പരിസരവും നിറയെ ഇപ്പോൾ മദ്യക്കുപ്പികളാണ്. ഉക്കിനടുക്ക മെഡിക്കൽ കോളേജിന് സമീപം കാര്യാട് 2000 വർഷങ്ങൾക്ക് മുൻപ് മഹാശിലാ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ചരിത്രം പറയുന്ന ചെങ്കല്ലറകളിലാണ് നിറയെ മദ്യക്കുപ്പികൾ തള്ളിയിട്ടുള്ളത്. 1.5 മീറ്റർ ആഴമുള്ള ചെങ്കല്ലറയുടെ മുകൾ ഭാഗം വരെ 100 കണക്കിന് മദ്യക്കുപ്പികളാണ് ഉപേക്ഷിച്ചിരിക്കുന്നത്. പഠനാവശ്യാർത്ഥവും വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പേരാണ് ചെങ്കല്ലറകൾ സന്ദർശിക്കാനായി എത്തുന്നത്. നാശോന്മുഖമായ ചരിത്രാവശേഷിപ്പ് സംരക്ഷിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ആ ചെങ്കല്ലറകളിൽ രണ്ട് രീതിയിലാണ് സംരക്ഷിക്കപ്പെടുന്നത്. ഒന്നിൻ്റെ രീതി നോക്കുകയാണെങ്കിൽ നിറയെ മദ്യക്കുപ്പികൾ ഇട്ടിട്ട് നിറഞ്ഞൊരു രീതിയിൽ വൃത്തികെട്ട രീതിയിലാണുള്ളത്. അതേസമയം മറ്റൊരു ചെങ്കല്ലറ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് റോഡ് നിർമ്മിക്കുമ്പോൾ റോഡ് വീതി കൂട്ടുന്ന ഭാഗമായിട്ട് ആ ചെങ്കല്ലറക്ക് മുകളിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് സംരക്ഷിക്കപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ വൈരുദ്ധ്യമായ രീതി ഇവിടെ കാണപ്പെടുമ്പോൾ തന്നെ ഒരു ചെങ്കല്ലറ നിറയെ മദ്യക്കുപ്പികളുള്ള ഒരു അവസ്ഥ മാറ്റുവാൻ വേണ്ടിയിട്ട് അധികൃത ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്. സമീപത്തായി മറ്റൊരു ചെങ്കല്ലറ സംരക്ഷിക്കാൻ മാതൃകാപരമായ പ്രവർത്തനമാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. മെഡിക്കൽ കോളേജിനായി റോഡ് വീതി കൂട്ടിയപ്പോൾ നശിപ്പിക്കപ്പെട്ടു പോകുമായിരുന്ന ചെങ്കല്ലറയുടെ മുകളിൽ കോൺക്രീറ്റ് സ്ലാബ് ഇട്ടാണ് സംരക്ഷിച്ചത്. ചരിത്ര സ്മാരകം നാടിന്റെ വികസനത്തോടൊപ്പം എങ്ങനെ സംരക്ഷിക്കാമെന്നതിന്റെ അടയാളപ്പെടുത്തൽ കൂടിയായിരുന്നു ഇത്. കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ചരിത്രാധ്യാപകൻ ഡോക്ടർ നന്ദകുമാർ കോറോത്ത് പുരാവസ്തു വിഭാഗം വിദ്യാർത്ഥികൾക്കൊപ്പം കാര്യാട് സന്ദർശിച്ചപ്പോഴാണ് അവഗണനയുടെ നേർചിത്രം പകർത്തിയത്. ന്യൂസ് 18 കാസർഗോഡ്. ഇന്ത്യയുടെ സ്വപ്ന പദ്ധതികളിലൊന്നായ ന്യോമ വ്യോമതാവളം പ്രവർത്തന സജ്ജമായി. സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചൈനീസ് അതിർത്തിയിൽ നിന്ന് 30 കിലോമീറ്ററും ലേയിൽ നിന്ന് 200 കിലോമീറ്ററും അകലെയുള്ള സമുദ്രനിരപ്പിൽ നിന്ന് 13,700 അടി ഉയരത്തിലും ന്യോമ വ്യോമതാവളം പ്രവർത്തനക്ഷമമാക്കിയത്. ഇതോടെ ലോകത്തിലെ 5ാമത്തെ ഉയരം കൂടിയ വ്യോമതാവളമായി മാറി ന്യോമ. ഓക്സിജൻ വിരളമായ ഹിമാലയൻ കൊടുമുടികൾ ആകാശത്തെ ഉരസി നിൽക്കുന്ന കിഴക്കൻ ലഡാക്കിലെ തണുത്തുറഞ്ഞ ഉയരങ്ങളിൽ ലോകത്തിലെ ഏതൊരു രാജ്യത്തിനും ചിന്തിക്കാൻ പോലും പ്രയാസമായ ഒരു അത്യപൂർവ സൈനിക നേട്ടം ഇന്ത്യ കൈവരിച്ചിരിക്കുന്നു. ഇന്ത്യൻ വ്യോമസേന ന്യോമ എയർബേസ് പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കിയിരിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 13,700 അടി, ഏകദേശം 4,176 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വ്യോമത്താവളം ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള വ്യോമത്താവളം എന്ന നിലയിൽ പുതിയൊരു അധ്യായമാണ് കുറിച്ചിരിക്കുന്നത്. ചൈനീസ് അതിർത്തിയിൽ നിന്ന് കേവലം 50 കിലോമീറ്റർ മാത്രം അകലെ ചാങ്താങ് മേഖലയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ന്യോമ ഇന്ത്യയുടെ വടക്കൻ അതിർത്തിക്ക് ഒരു ഉരുക്ക് കവചമായി മാറുകയാണ്. ഈ താവളം സജ്ജമായതോടെ റഫാൽ, സുഖോയ്, 30 MKI തുടങ്ങിയ യുദ്ധവിമാനങ്ങൾക്ക് ഹിമാലയൻ മണ്ണിൽ നിന്ന് പറന്നുയർന്ന് മിനിറ്റുകൾക്കുള്ളിൽ ആകാശത്ത് ആധിപത്യം സ്ഥാപിക്കാൻ കഴിയും. ന്യോമയുടെ ചരിത്രപരമായ പ്രാധാന്യം, സാങ്കേതിക വെല്ലുവിളികൾ, തന്ത്രപരമായ നേട്ടങ്ങൾ എന്നിവയെക്കുറിച്ച് നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കാം. ന്യോമയുടെ ചരിത്രം ആരംഭിക്കുന്നത് 1962 ഇൻഡോ ചൈന യുദ്ധകാലത്താണ്. അന്നൊരു സാധാരണ ലാൻഡിംഗ് സ്ട്രിപ്പായി തുടങ്ങിയ ഈ സൈനിക കേന്ദ്രം പതിറ്റാണ്ടുകളോളം പ്രവർത്തനരഹിതമായി കിടന്നു.
എന്നാൽ സൈനിക ആധിപത്യത്തിൻ്റെ അനിവാര്യത തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യൻ വ്യോമസേന 2009 ഒരു സാഹസിക നീക്കം നടത്തി. IAFന്റെ AN-32 ട്രാൻസ്പോർട്ട് വിമാനം ന്യോമയിൽ വിജയകരമായി ഇറക്കി. ഈ താവളത്തിൻ്റെ പുനരുജ്ജീവനത്തിന് അത് വഴി തുറക്കുകയും ചെയ്തു. എന്നാൽ ന്യോമയുടെ നിർണായകമായ പരിവർത്തനത്തിന് ആക്കം കൂട്ടിയത് 2020 ഗൽവാൻ താഴ്വരയിലെ സംഘർഷമാണ്. ഉയർന്ന പ്രദേശങ്ങളിലെ വ്യോമാധിപത്യം ഇനിയും വൈകിക്കൂടാ എന്ന ഇന്ത്യൻ പ്രതിരോധ നേതൃത്വം ഉറച്ച് തീരുമാനിച്ചു. 2021 ന്യോമയെ ഒരു പൂർണ്ണ സജ്ജമായ ഫൈറ്റർ ബേസാക്കി മാറ്റാനുള്ള പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകി. ഇന്ത്യയിലെ ഏറ്റവും ദുർഘടമായ മലമ്പാതകൾ നിർമ്മിച്ച ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ പ്രോജക്റ്റ് ഹിമാങ്കാണ് 220 കോടി രൂപയുടെ ഈ മഹാദൗത്യം ഏറ്റെടുത്തത്. അതിശൈത്യത്തിലും നേർത്ത ഓക്സിജനിലും ഹിമക്കാറ്റിലും വർഷങ്ങളോളം നീണ്ട അശ്രാന്ത പരിശ്രമത്തിനൊടുവിൽ ഈ എയർബേസ് ഇന്ന് പൂർണ്ണമായും പ്രവർത്തന സജ്ജമായിരിക്കുന്നു. ഇത് കേവലം ഒരു എഞ്ചിനീയറിംഗ് നേട്ടമല്ല, മറിച്ച് മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന്റെ വിജയം കൂടിയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 13,700 അടി ഉയരത്തിൽ മലയിടുക്കുകൾക്കിടയിൽ ഒരു വെള്ളിരേഖ കണക്കെ 3 കിലോമീറ്റർ നീളമുള്ള റൺവേയാണ് ന്യോമയുടെ പ്രധാന ആകർഷണം. ഈ റൺവേയാണ് സുഖോയ് 30 MKI റഫാൽ തുടങ്ങിയ അത്യാധുനിക യുദ്ധവിമാനങ്ങൾക്ക് പറന്നുയരാൻ അവസരം നൽകുന്നത്. എന്നാൽ യുദ്ധവിമാനങ്ങൾ മാത്രമല്ല, ഭീമാകാരമായ C-17, ഗ്ലോബ് മാസ്റ്റർ 3, IL-76 ട്രാൻസ്പോർട്ട് വിമാനങ്ങളെയും ഉൾക്കൊള്ളാൻ ന്യോമയ്ക്ക് കഴിയും. ടാങ്കുകൾ, സൈനികർ, മിസൈൽ സംവിധാനങ്ങൾ തുടങ്ങിയ ഭാരമേറിയ സൈനികോപകരണങ്ങൾ അതിവേഗം അതിർത്തിയിലേക്ക് എത്തിക്കാൻ ഈ വിമാനങ്ങൾക്ക് സാധിക്കും. പുതിയ ന്യോമ എയർബേസിനുള്ളിൽ വിമാനങ്ങളെയും പ്രവർത്തനങ്ങളെയും സംരക്ഷിക്കുന്നതിനായി നിരവധി ആധുനിക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ഉൾപ്പെടുന്നത് ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും കനത്ത കാറ്റിൽ നിന്നും വിമാനങ്ങൾക്ക് സുരക്ഷയേകുന്ന കഠിനമായ ഷെൽട്ടറുകളാണ്. കൂടാതെ വിമാനങ്ങളുടെ സുരക്ഷിതമായ ലാൻഡിങ്ങിനും ടേക്ക് ഓഫിനും കൃത്യമായ ദിശ നൽകുന്നതിന് ഒരു ആധുനിക എയർ ട്രാഫിക് കൺട്രോൾ കോംപ്ലക്സും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. ശക്തമായ കാറ്റുകളെയും ഷെല്ലാക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തികളോടുകൂടിയ ബ്ലാസ്റ്റ് പെന്നുകളും ഈ എയർബേസിന്റെ സുരക്ഷാ സംവിധാനത്തിൽ നിർണായക പങ്കുവഹിക്കുന്നു. ഇതിനോടകം സുഖോയ് വിമാനങ്ങൾ ന്യോമയിൽ നിന്ന് പറന്നുയർന്നു കഴിഞ്ഞുവെന്ന വാർത്തകൾ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ തന്ത്രത്തിലെ പുതിയൊരു യുഗത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ വടക്കൻ അതിർത്തിയിൽ വലിയ തന്ത്രപരമായ നേട്ടമാണ് ന്യോമ എയർബേസ് നൽകുന്നത്. ലേ, തോയിസ് എന്നിവിടങ്ങളിലെ നിലവിലുള്ള ഉയർന്ന വ്യോമത്താവളങ്ങളുടെ ശൃംഖലയ്ക്ക് ശക്തി പകർന്നുകൊണ്ട് ഇത് ലഡാക്ക് പർവ്വതനിരകളിലെ ഇന്ത്യയുടെ വ്യോമ നിരീക്ഷണ വലയം വിപുലീകരിക്കുന്നു. പാങ്കോങ് തടാകത്തിന്റെ തെക്ക് ഭാഗത്തും ദെങ്ചോക്ക്, ഡെപ്സാങ് സമതലങ്ങൾക്ക് അടുത്തുള്ള ന്യോമയുടെ തന്ത്രപരമായ സ്ഥാനം അതിർത്തിയിലുണ്ടാകുന്ന ഏത് നീക്കങ്ങളോടും അതിവേഗം പ്രതികരിക്കാനുള്ള ശേഷി ഇന്ത്യക്ക് നൽകുന്നു. ലോകത്തിലെ ഏറ്റവും ദുർഘടമായ പ്രദേശങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന സൈനികർക്ക് C-130J സൂപ്പർ ഹെർക്കുലീസ് പോലെയുള്ള ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ വഴിയും ഹെലികോപ്റ്ററുകൾ വഴിയും സാധാരണ സാമഗ്രികൾ എത്തിക്കുന്നതിനുള്ള ലോജിസ്റ്റിക്സ് ഏകോപനം മെച്ചപ്പെടുത്താനും ഈ എയർബേസ് സഹായിക്കുന്നു. ചുരുക്കത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സമയവും ദൂരവും കുറയ്ക്കുന്നതിലൂടെ ഇന്ത്യൻ സൈന്യത്തിന് നിർണായക മുൻതൂക്കം നേടുന്നതിൽ ന്യോമ ഒരു പ്രധാന പങ്ക് വഹിക്കും. ഏകദേശം 14,000 അടി ഉയരത്തിൽ വായുവിൻ്റെ സാന്ദ്രത വളരെ കുറവാണ്. ഇത് ജെറ്റ് എഞ്ചിനുകളുടെ പ്രൊപ്പൽഷൻ ശക്തിയെ പരിമിതപ്പെടുത്തുന്നു. ഈ പ്രശ്നം മറികടക്കാൻ എഞ്ചിനീയർമാർ ബുദ്ധിപരമായ പ്രതിവിധികൾ കണ്ടെത്തി. നേർത്ത വായുവിൽ പറന്നുയരാൻ കൂടുതൽ ദൂരം ആവശ്യമായതിനാൽ റൺവേയുടെ നീളം വർദ്ധിപ്പിച്ചു. യുദ്ധവിമാനങ്ങളെയും ഭീമാകാരമായ ട്രാൻസ്പോർട്ട് വിമാനങ്ങളെയും താങ്ങാൻ കഴിയുന്ന തരത്തിൽ റൺവേയുടെ ഉപരിതലം ശക്തിപ്പെടുത്തി. ഇതിനു പുറമെ താപനില -40 ഡിഗ്രി വരെ താഴുന്നത് ഒരു നിത്യ വെല്ലുവിളിയാണ്. മഞ്ഞുവീഴ്ച റൺവേകളെ മൂടുന്നു. അത്യധികം തണുപ്പുള്ള കാറ്റ് അറ്റകുറ്റപ്പണികളെ ദുഷ്കരമാക്കുന്നു. ഇന്ധനം നിറയ്ക്കുന്നതിലും ഓരോ ടേക്ക് ഓഫിലും കൃത്യതയും അചഞ്ചലമായ മനക്കരുത്തും ആവശ്യമാണ്. നോമയുടെ പ്രവർത്തനം പ്രകൃതിയുടെ കഠിനമായ വെല്ലുവിളികൾക്കെതിരെയുള്ള മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. നോമ എയർബേസ് ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം എന്നതിലുപരി ഇന്ത്യയുടെ തന്ത്രപരമായ സന്ദേശമാണ്. ലോകത്തിന്റെ മേൽക്കൂരയിൽ ഇന്ത്യ ശക്തമായി നിലകൊള്ളാൻ ഉദ്ദേശിക്കുന്നു എന്നതിൻ്റെയും അതിർത്തി പ്രതിരോധത്തിൽ സ്ഥിരതയും സന്നദ്ധതയും കാത്തുസൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്നതിൻ്റെയും വ്യക്തമായ പ്രഖ്യാപനമാണിത്. നോമയിൽ നിന്നുള്ള ഓരോ സൈനിക പറക്കലും ഹിമാലയത്തിലുടനീളം പ്രതിധ്വനിക്കുന്നു. അത് കേവലം ഒരു പ്രദേശത്തിന്മേലുള്ള അവകാശവാദം മാത്രമല്ല, സാങ്കേതിക മികവിലും തന്ത്രപരമായ വൈദഗ്ധ്യത്തിലും മനുഷ്യന്റെ അതിജീവന ശേഷിയിലും ഇന്ത്യക്കുള്ള ആധിപത്യത്തെയാണ് ഉറപ്പിക്കുന്നത്. ഈ പുതിയ കോട്ട വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ വടക്കൻ അതിർത്തിയുടെ സുരക്ഷയിൽ ഒരു നിർണായക പങ്ക് വഹിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.